നമസ്തേ. നാഗ്പൂരിൽ ഖുറാൻ കത്തിച്ചെന്ന വ്യാജ പ്രചാരണത്തിൻ്റെ മറവിൽ കലാപം അഴിച്ചുവിടാനുള്ള ഇസ്ലാം മതമൗലികവാദികളുടെ ശ്രമത്തിന് പിന്നിൽ ബംഗ്ലാദേശ് ബന്ധമെന്ന് സൂചന. അന്വേഷണത്തിൻ്റെ ഭാഗമായി നാഗ്പൂർ സൈബർ സെൽ കണ്ടെത്തിയ 97 വാർത്താ സാമൂഹ്യ മാധ്യമങ്ങളുടെ IP മേൽവിലാസത്തിനുടമകൾ ബംഗ്ലാദേശികൾ. ബംഗ്ലാദേശ് പിന്തുണയോടെ രാജ്യത്ത് അശാന്തിയും അരാജകത്വവും വിതക്കാനുള്ള ഭീകരവാദികളുടെ നീക്കമാണ് മഹാരാഷ്ട്ര പോലീസിൻ്റെ സമയോചിതമായ ഇടപെടലിലൂടെ തല്ലിയൊതുക്കിയത്. ജനഡിബേറ്റ് പരിശോധിക്കുന്നു. നാഗ്പൂർ കലാപത്തിന് ബംഗ്ലാ ബന്ധമോ? BJP വക്താവ് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയുടെ നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറിയിട്ടില്ല. വംശീയാതിക്രമങ്ങൾ ഇപ്പോഴും അവിടെ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുകയാണ്. അതിനിടയിലാണ് ഭാരതത്തിൽ ഹിന്ദു മുസ്ലിം സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം. ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് ഭരണം കൈയാളുന്ന ജമാഅത്തെ ഇസ്ലാമി. കലാപത്തിനുള്ള വിത്ത് പാകിയത് RSS ആസ്ഥാനമായ നാഗ്പൂരിൽ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. ഖുറാൻ കത്തിച്ചെന്ന വ്യാജ പ്രചരണം മുൻനിർത്തിയായിരുന്നു കലാപ ആഹ്വാനം. മുസ്ലിം മതമൗലികവാദികൾ വ്യാപക അതിക്രമമാണ് അഴിച്ചുവിട്ടത്. വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ലൈംഗികമായി പോലും ഉപദ്രവിച്ചു. അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് പാർട്ടി നേതാവ് ഫഹീം ഷമീം ഖാനെ കലാപാഹ്വാനത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കലാപം വന്ന വഴി നോക്കിയേ ധാക്കയിൽ നിന്നും നാഗ്പൂർ ലക്ഷ്യമാക്കിയാണ് അസ്ത്രം തൊടുത്തുവിട്ടത്. പാകിസ്ഥാൻ, ചൈന, ഇപ്പോഴിതാ ബംഗ്ലാദേശും നമ്മുടെ രാജ്യത്തെ തകർക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു. അത്യന്തം ഭീതിതമായിട്ടല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഗൂഢാലോചനയെ നോക്കിക്കാണാനാവൂ? തീർച്ചയായിട്ടും അതെ. ഈ ഭീകരമായ ഈ നീക്കം ബംഗ്ലാദേശിൽ നിന്ന് എന്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മുടെ ആഗോള സാഹചര്യത്തിൽ വളരെയേറെ ശ്രദ്ധേയമായി നാം പഠന വിധേയമാക്കേണ്ട ഒരു വിഷയം തന്നെ. അതായത് ഒരു കാലത്ത് ഖത്തറും അല്ലെങ്കിൽ സൗദി അറേബ്യയും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അങ്ങനെയുള്ള രാജ്യങ്ങളിലായിരുന്നു അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദികളുടെ പ്രഭവ കേന്ദ്രം. അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സായുധ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അന്താരാഷ്ട്ര കുറ്റവാളികളെ സംരക്ഷിക്കുകയും ചെയ്തിരുന്ന ആ രാജ്യങ്ങളുടെ മേൽ ഇന്ന് ഭാരതമടക്കമുള്ള രാജ്യങ്ങളുടെ ശക്തമായ സമ്മർദ്ദ ഫലമായി ഭീകരവിരുദ്ധമായ ഒരു നിലപാടിലേക്ക് വരാൻ ആ രാജ്യങ്ങൾ നിർബന്ധിതമാവുകയുണ്ടായി. ഏറ്റവും അവസാനം ട്രംപ് അമേരിക്കയില് സ്ഥാനമേറ്റതോടുകൂടി ആ നീക്കം വളരെ ശക്തമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ അവർക്ക് സുരക്ഷിതമായി നിൽക്കാൻ കഴിയുന്ന നാടുകൾ ഈ ബംഗ്ലാദേശ് പോലെയുള്ള ചുരുക്കം ചില പ്രദേശങ്ങളായി മാറി. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ ഈ അവസ്ഥയിൽ ആ മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ സുരക്ഷിതമായ പിന്തുണ അവർക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഭീകര സംഘടനകൾ അവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന ബംഗ്ലാദേശ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് താവളം മാറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടായിരിക്കാം അവിടെ ഇരുന്നുകൊണ്ട് നാഗപൂരിനെ ലക്ഷ്യമാക്കിയുള്ള ഈ ആക്രമണം ആസൂത്രണം ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ സമയോചിതമായ ഇടപെടലിലൂടെ ആ കലാപത്തെ അടിച്ചൊതുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയ ആശ്വാസമാണ്. ഒരാളുടെ പോലും മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് പോലീസിനെതിരെ ഉണ്ടായിട്ടുള്ള അക്രമം. അവിടുത്തെ ACP അടക്കമുള്ളവർക്ക് കല്ലേറിൽ പരിക്കേറ്റു. വനിതാ പോലീസിനെ ലൈംഗികമായിട്ട് ആക്രമിച്ചു എന്ന് മാത്രമല്ല, അവരുടെ കാല് തല്ലി ഓടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവസാനം വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അങ്ങനെ 6 പോലീസുകാർ ആശുപത്രിയിലുണ്ട്. 85ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10ഓളം വാഹനങ്ങൾ കത്തിച്ചിട്ടുണ്ട്. എന്നതിലുപരി അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ഭൂരിപക്ഷ ജനതയുടെ വീടുകൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള
ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളതും CCTV ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതായത് ആസൂത്രണം ചെയ്തത് ഒരു വർഗീയ കലാപം തന്നെയാണ്. അതിനാണ് കൃത്യമായ ഒരു ഗെയിം പ്ലാനോട് കൂടി ഖുർആൻ കത്തിച്ചു എന്നുള്ള വ്യാപകമായ പ്രചരണം അഴിച്ചുവിട്ടത്. ഏറ്റവും എളുപ്പത്തിൽ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ കഴിയുന്ന, അവരെ തെരുവിറക്കാൻ കഴിയുന്ന, കലാപത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു പ്രചരണമാണല്ലോ ഖുർആൻ കത്തിച്ചു എന്നുള്ളത്. എന്നാൽ 100% കള്ളമായിരുന്ന അത്തരമൊരു വ്യാജ പ്രചരണത്തെ തുടർന്ന് വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് 100 കണക്കിന് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ അത് ഓപ്പറേറ്റ് ചെയ്തത് ബംഗ്ലാദേശിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ, അന്താരാഷ്ട്ര ഇസ്ലാമിക ഭീകര സംഘടനകൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിക്കുള്ളിൽ കിടക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് തന്നെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് വ്യക്തമാണ്. ഏതായാലും ആ കാര്യത്തിൽ ഗവൺമെന്റ് സത്വരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആശ്വാസകരം. പക്ഷേ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് എന്നുള്ള വലിയ മുന്നറിയിപ്പാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ അരങ്ങേറുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാനും അതിന്റെ മുന്നണി പോരാളികളായിട്ട് നിന്ന് പോരാടാനും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ സംഘടനകളും നേതാക്കന്മാരും ഉണ്ട് എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവകരമാണ്. അതുപോലെ തന്നെ ദൗർഭാഗ്യകരമാണ്. MDP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് വഹീം ഖാൻ പരസ്യമായി രംഗത്ത് വന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നേറ്റം എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ ഓൺ ചെയ്യുമ്പോൾ കേരളത്തില് PFIക്ക് ശേഷം SDPI എപ്രകാരമാണോ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് ആ ഒരു ചിത്രമാണ് ഓർമ്മ വരുന്നത്. അതായത് ഭീകര പ്രസ്ഥാനങ്ങൾക്ക് ഏത് വിധത്തിലും ജനമധ്യത്തിലേക്ക് വരാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള മുഖംമൂടി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കലാപങ്ങൾക്ക് വഴിമരുന്നിടാൻ ആവശ്യമായ ആസൂത്രണം നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവകരമാണ്. രാജ്യത്തിന്റെ സമാധാന ശ്രമങ്ങളെ തല്ലി തകർക്കാനും രാജ്യത്തിന്റെ പുരോഗതിയെ തകർക്കാനും ആഗ്രഹിക്കുന്ന ഇത്തരം ശക്തികൾ ലോകത്ത് ഒറ്റപ്പെടുമ്പോൾ അതിനെതിരെയുള്ള ഒരു തിരിച്ചടി എന്ന് കൂടി നമുക്ക് ഇതിനെ കരുതേണ്ടതുണ്ട്. കാരണം ആഗോളതലത്തിൽ ഇന്ന് പല രാജ്യങ്ങളെയും, പല മഹാഭൂരിപക്ഷം ഇസ്ലാമിക് രാജ്യങ്ങളെയും ഭീകരവിരുദ്ധ ചേരിയിൽ അണിനിരത്തുന്നതിൽ അശ്രാന്ത പരിശ്രമം ചെയ്ത വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹവും അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ ലോക നേതാക്കൾ എല്ലാവരും തന്നെ, ഇപ്പൊ യൂറോപ്പില് ഫ്രാൻസ് ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ രണ്ട് കൈ നീട്ടി മുസ്ലിങ്ങളെ സ്വീകരിച്ചതിന്റെ തിക്തഫലങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ചെറിയൊരു സാങ്കേതിക പ്രശ്നം. അഡ്വക്കേറ്റ് ജയസൂര്യനിലേക്ക് ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഔറംഗസേബിൻ്റെ ശവകുടീരം സാംബാജി നഗറിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് ബജ്രംഗ് ദൾ പൂനെയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരുന്നു. ഇതിലവർ കല്ലറയുടെ മാതൃക കത്തിച്ചു. പുറത്ത് പ്രചരിപ്പിച്ചതോ ഖുറാൻ കത്തിച്ചു എന്നായിരുന്നു. നവമാധ്യമങ്ങളിൽ ഖുറാൻ കത്തിച്ചെന്ന പ്രചാരണം ശക്തമായതോടെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളാണ് നാഗ്പൂരിൽ സംഘടിച്ചെത്തിയത്. 34 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പോലീസ് വളരെ ശക്തമായി ഇടപെട്ടു ഈ സംഘർഷം അമർച്ച ചെയ്യാൻ. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇതൊക്കെ നേരിടേണ്ടി വന്നത്. കൃത്യമായ ആസൂത്രണമില്ലാതെ പെട്ടെന്നൊരു കലാപത്തിന് വഴിമരുന്നിടാൻ പറ്റുമോ? ഒന്ന്, നമ്പ്യാർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്പ്യാർ ഇപ്പോൾ പറഞ്ഞതും ബഹുമാന്യായ അഡ്വക്കേറ്റ് ജയസൂര്യ പറഞ്ഞതും ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ മറുഭാഗം കൂടി കേൾക്കാതെയോ മറുഭാഗം കൂടി പറയാതെയോ പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. ഒന്ന്, നമ്മളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു നാട്ടിലും വർഗീയ കലാപങ്ങളോ ഒരു രീതിയിലുള്ള കലാപങ്ങളോ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ ഈ പാനലിൽ ഇരിക്കുന്ന നിങ്ങളാരും വർഗീയ കലാപം നേരിട്ട് കണ്ടിട്ടുള്ള ആളല്ല. ഞാനൊരു മുൻ സൈനികനായതുകൊണ്ട് വർഗീയ കലാപം നേരിട്ട് കാണുകയും വർഗീയ കലാപത്തിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാർ, കാരണം എല്ലാ വർഗീയ കലാപത്തിന്റെ ഇരകള് എന്ന് പറയുന്നത് വെറും സാധുക്കളാണ്. അവരേതെങ്കിലും ഒരു മതത്തിൽ പിറന്നു എന്നതുകൊണ്ട് മാത്രം അവരാക്രമിക്കപ്പെടുന്നത്. ഞാൻ
89-90 കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ റൂബിയ സയ്യദിനെ തട്ടിക്കൊണ്ടു പോകുന്ന കാലഘട്ടത്തിൽ കശ്മീരിൽ എനിക്ക് സേവനം ചെയ്യാൻ അവസരം കിട്ടിയതാണ്. അവിടുത്തെ എന്താ പറഞ്ഞ മൈനോറിറ്റി വിഭാഗം പണ്ഡിറ്റുകൾ വളരെ ഹിംസാത്മകമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്നതും അതുങ്ങൾ അവിടുന്ന് ഒളിച്ചോടി ജീവനും കൊണ്ട് പാഞ്ഞ് കുറെ പേര് ജമ്മുവിലെ കട്രയിൽ വന്ന് ജീവിക്കുന്നതും തൊട്ടപ്പുറത്ത് ഉദംപൂരിൽ ടെന്റ് കയറ്റി ജീവിക്കുന്നതെല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ 91 ബാബറി മസ്ജിദ് കലാപം നടന്നതിന് ശേഷം എൻ്റെ ഒരു പോസ്റ്റിംഗ് ബോംബെയിൽ കിട്ടും. അപ്പോ എന്താ പറഞ്ഞ ബോംബെ നരിമൻ പോയിന്റിലെ എയർ ഇന്ത്യ ഓഫീസ് ഈ സ്ഫോടനത്തിൽ തെറിക്കുന്നത്, ഞങ്ങൾ വേറൊരു ഡ്യൂട്ടി ആയിട്ട് പോകുമ്പോൾ 10-15 സ്ഥലത്ത് ഒരേ സമയത്തെ ബോംബ് സ്ഫോടനവും അതില് ഈ പരിക്ക് പറ്റിയ ആളുകളുടെ നെട്ടോട്ടവും നിലവിളിയും ഇതൊക്കെ നേരിൽ കാണാൻ എന്താ പറഞ്ഞ നേരിൽ കണ്ടു. അത് ഭാഗ്യമോ ദൗർഭാഗ്യമോ എന്നുള്ളത് നേരിൽ കണ്ട ഒരാളാണ്. ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരു കലാപവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത്. കാരണം ആ കലാപത്തിന്റെ എല്ലാം ഇരകൾ എന്ന് പറയുന്നത് കേവലം സാധുക്കളോ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണ് എന്നുള്ളതാണ്. ഇത് പലവട്ടം നേരിൽ കണ്ടിട്ടുള്ള ഒരാള് എന്ന നിലയിൽ ഞാനിപ്പം ഈ വിഷയത്തിലേക്ക് നാഗപ്പൂരിലേക്ക് ഒന്ന് നമ്പ്യാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാഗപ്പൂരിൽ ഇപ്പോൾ ഈ വിഷയം ഇത് ബംഗ്ലാദേശിന്റെയോ ഇല്ലെങ്കിൽ ആരോപണമോ ഒക്കെ നമുക്ക് പറയാം. അവിടെ തുടക്കം എന്താണ് അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതില്ലേ. 100-400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഔറംഗസീബ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഭരിച്ചിരുന്നു എന്നുള്ള ഒരു ചരിത്ര സത്യം അത് ഞാനോ ജയസൂര്യയോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മോഹൻ വർഗീസ് സാറോ നമ്മൾ ആരും അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇനി അയാളുടെ ശവകുടീരം അത് അയാൾ ഇവിടെ മരിച്ച ഒരാളാണ്, ടോംബ്, ആ ശവകുടീരം. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഈ ശവകുടീരം ഈ ഔറംഗസീബിന്റെ ശവകുടീരം ഈ മുഗൾ ഗാർഡനോടൊക്കെ ചേർന്ന് ഡൽഹിയിൽ എവിടെയെങ്കിലും ആയിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു പുതിയ അറിവായത്. മഹാരാഷ്ട്രയിലാണെന്നും അതുപോലെ തന്നെ നാഗപ്പൂരിലാണെന്നും എന്നുള്ളത് ഒരു പുതിയ അറിവാണ് അത്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണമെന്നില്ലല്ലോ. അപ്പോ ഇത് മാറ്റണം എന്ന ഒരാവശ്യം, അത് മഹാരാജ ഛത്രപതി ശിവാജിയുടെ ജന്മദിന ദിവസം ഇത് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ബജറംഗദളും ജനസംഘവും അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത്, ജനസംഘമല്ല വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകൾ അവര് ഉണ്ടാക്കിയ ഒരു വൺ സൈഡ് അത് നമ്മൾ കണ്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മൾ ഇനിയിപ്പോ ഈ രാജ്യത്തെ മുഴുവൻ എന്താ പറഞ്ഞ ബാബറി മസ്ജിദ് പ്രതിഷേധമല്ലേ ഏത് അത് പ്രതിഷേധ റാലി ആയിരുന്നില്ലേ? ഞാൻ പറഞ്ഞത് നമ്പ്യാരെ, നമുക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ രാജ്യത്തുണ്ട്. നമ്മൾ ബാബറി മസ്ജിദ് കണ്ടു, അത് അവസാനിച്ചു. അതിനുശേഷം ഇതാ കാശിയിലേക്ക് വരുന്നു, അതല്ലെങ്കിൽ ഞങ്ങൾ ഗ്യാൻവാപ്പിയിലേക്ക് വരുന്നു, ഇല്ലെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂരിലെ ദർഗയിലേക്ക് വരുന്നു. ഇനി ഞങ്ങൾ ഇങ്ങനെ ഓരോന്നും മാന്തുകയും പൊളിച്ചും. ഞാൻ RSS പണ്ട് മാന്തിയതിനെ പൊളിച്ചതിനെ പറ്റി ഒന്നും പറയാനില്ല അല്ലേ താങ്കൾക്ക്? പണ്ട് മാന്തിയതിനെയും പൊളിച്ചതിനെ പറ്റി ഒന്നും പറയാനില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് 300-400 വർഷങ്ങൾ. അത് മാത്രമല്ല, കോടതിയുടെ ഇടപെടലല്ലേ അഡ്വക്കേറ്റ് സേനാപതി വേണു? എന്റെ ചോദ്യം രാമജന്മഭൂമി പ്രശ്നം അത് കോടതിയുടെ നിരീക്ഷണങ്ങൾ, കോടതിയുടെ കണ്ടെത്തലുകൾ, കോടതി വിധിയുടെ അടിസ്ഥാനത്തിലല്ലേ ഇങ്ങനെ സംഭവിച്ചത്? അല്ലാതെ നരേന്ദ്രമോദി നേരിട്ടിറങ്ങി അവിടെ ക്ഷേത്രം പണിയുകയായിരുന്നില്ലല്ലോ. അല്ല നമ്പ്യാരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1991 പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്. അത് നിലവിലെ ഈ എന്താ പറഞ്ഞ ആരാധനാലയങ്ങളുടെ സ്റ്റാറ്റസിനെ കുറിച്ച് അത് അവിടെ നിൽക്കട്ടെ. RSSന്റെ ബഹുമാന്യനായ നേതാവ് ശ്രീ മോഹൻ ഭാഗവത് അദ്ദേഹം ഒരു വർഷമായിട്ടില്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇനി ഈ എന്താ പറഞ്ഞ മന്ദിരങ്ങളുടെ അടിയിൽ അവിടെ ശിവലിംഗം ഉണ്ടോ അല്ലെങ്കിൽ രാമക്ഷേത്രമുണ്ടോ ഇത് തപ്പാനും പോകേണ്ടതല്ല, അതല്ല അവസരം എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ബജറംഗ് ദളുകാരാ അല്ല ഇതൊക്കെ സംഘപരിവാറിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണല്ലോ ഈ ബജറംഗ് ദൾ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്റെ ഒരു ചോദ്യം, ഞാൻ ഈ ചർച്ചയിൽ എന്നെ വിയോജിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഔറംഗസീബ് എന്ന് പറയുന്ന ഒരു മുഗൾ ഭരണാധികാരിയുടെ ടോംബ്, അതല്ലെങ്കിൽ എന്താ പറഞ്ഞ ഖബറിടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശവകുടീരം അത് ഇന്ത്യയിൽ പാടില്ലേ, അല്ലെങ്കിൽ അത് നാഗപ്പൂരിൽ പാടില്ലയോ, അത് സംഭാജി നഗറിൽ പാടില്ലയോ, അത് എടുത്തു മാറ്റണമോ എന്നുള്ളതാണോ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് മുഗൾ ഭരണം പോയി 4 നൂറ്റാണ്ട് കഴിഞ്ഞ് രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് 1 നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ 3/4 നൂറ്റാണ്ട് കഴിയുമ്പോൾ ഇനി അവിടെ ഇത് വേണ്ട എന്നുള്ള ആ നിലപാടിലേക്കാണോ നമ്മുടെ രാഷ്ട്രം പോകേണ്ടത് എന്ന വലിയൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത്, അനാവശ്യമായി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടാകുമോ
ആ ഭാഗത്തൊക്കെ ഈ രീതിയിലുള്ള കലാപങ്ങളും പ്രശ്നങ്ങളും, ഒരു ഭാഗത്ത് ഒരു വിഭാഗം ഇത് കുത്തിത്തിരിപ്പുമായിട്ട് വരുന്നു, അപ്പൊ മറുവിഭാഗം സ്വാഭാവികമാണല്ലോ അവിടെ ഖുറാൻ കത്തിച്ചു, അപ്പോ അതല്ല മതനിന്ദ നടത്തി. പാകിസ്ഥാനിൽ മതനിന്ദ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അപ്പോഴേ അവന്റെ കഴുത്ത് വെട്ടുക, അല്ലെങ്കിൽ എന്താ പറഞ്ഞ ജയിലിൽ അടയ്ക്കുക. ആസിയ ബീവി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ യുവതിയുടെ ഒരു കഥയല്ല, അവരുടെ നമ്മൾ ഈ ചാനലിലും ചർച്ച ചെയ്തിട്ടുള്ള അവരെ അയൽവാസി വഴക്കിൽ ഇവർ മതനിന്ദ നടത്തി എന്ന് പറഞ്ഞാൽ 10 കൊല്ലക്കാലം അവരെ ജയിലിലടച്ചു. അവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നടന്ന കലാപത്തിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണം 300-ഉം നശിച്ച വസ്തുവകളുടെയും അതിന്റെ മൂല്യം എന്ന് പറഞ്ഞ് 10,000 കോടിയിലധികമാണ്. ഒരൊറ്റയാളുടെ ഒരു കുത്തിത്തിരിപ്പാണ് ഇവർ മതനിന്ദ നടത്തി എന്നുള്ള ആരോപണം. അവിടെ ഒരു വ്യവസായി, ഒരാൾ ക്രിസ്തീയ മതത്തിൽ പെട്ട ഒരു വ്യവസായിയെ ഓടിച്ചിട്ട് ആളുകളെ ജനക്കൂട്ടം തല്ലിക്കൊന്നത് വളരെ അടുത്ത കാലത്താണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ബോധപൂർവമായ കലാപത്തിന് വേണ്ടി ചില ആളുകൾ തിരഞ്ഞെടുക്കാൻ വേദികൾ, അപ്പൊ വേദികൾ ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളത് പോലും അത് അപരാധമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ എന്താ ഷാഹിം ഷെയ്ൻ ഖാൻ അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 6.25 ലക്ഷം വോട്ടിന് തോറ്റു എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് നാഗപ്പൂര് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു സ്ഥലം, പലവട്ടം ഞാൻ പോയിട്ടുള്ള, വളരെ മതസൗഹാർദ്ദം. കാരണം ഇന്ത്യയിലെ മറ്റ് പല നഗരങ്ങളിലെ പോലെ RSSന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം ഒരു വർഗീയ കലാപമോ വർഗീയ സംഘർഷമോ അല്ലെങ്കിൽ അങ്ങനെ ചേരിതിരിഞ്ഞുള്ള പ്രദേശങ്ങളോ ഒന്നുമല്ല. അവിടെ ഇത്ര പെട്ടെന്ന് ഈ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കലാപത്തിന്റെ അടിസ്ഥാന കാരണം എന്ത് കണ്ടെത്തി ആ അടിസ്ഥാന കാരണം അത് മാറ്റപ്പെട്ടുവെങ്കിൽ മാത്രമേ ഇത് ഇപ്പൊ ഈ ഒരൊറ്റ കലാപം കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കണ്ടു ഡസൻ കണക്കിന് വാഹനങ്ങൾ കത്തിക്കപ്പെട്ടു, ഡസൻ കണക്കിന് ആളുകളുടെ ഭവനങ്ങൾ അഗ്നിക്കിരയാക്കി, സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. എത്ര കോടി രൂപ നമ്മൾ 5 ട്രില്യൺ ഇക്കോണമിയിൽ നിന്ന് 3 ട്രില്യൺ എക്കോണമിയിലേക്ക് എത്തിച്ചേരാൻ, ലോകത്തിലെ 3ാമത്തെ വൻശക്തിയായി നമ്മൾ എത്തിച്ചേരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഈ വർഗീയ കലാപങ്ങൾ ഉണ്ടായി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കത്തി നശിച്ച് സർക്കാർ മിഷണറി മുഴുവൻ സ്തംഭിച്ചു പോയി, നാടിന്റെ വികസനം സ്തംഭിക്കുന്നതാണോ ഇനി ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്? നമ്മുടെ ഈ നാട്ടിൽ സുനിത വില്യംസ് മോളിൽ നിന്ന് പറഞ്ഞു, ഞാൻ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത് എല്ലാം തുല്യമായിട്ടാണ് കാണുന്നത്, രാജ്യങ്ങളുടെ അതിർത്തി പോലും കാണുന്നില്ല എന്ന് അവർ പറയുമ്പോൾ, അവർ ഫ്ലോറിഡയിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനി മനുഷ്യൻ മതത്തിന്റെ പേരിൽ സംഘർഷത്തിലേക്ക് പോകുന്നത്, നമ്മളിനി 2 നൂറ്റാണ്ട് പിന്നിലേക്ക് പോകാനാണോ? നമ്മൾ മുന്നിലേക്ക് പോകണം. ആ മുന്നിലേക്ക് പോകാൻ നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന ഒന്നായി ഇതൊക്കെ മാറട്ടെ എന്ന് നമ്പ്യാരെ ഞാൻ ആദ്യ ഫേസിൽ ഞാൻ പ്രത്യാശിക്കുകയാണ്. ആരും മതത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന കലാപങ്ങൾ അതൊരിക്കലും ഒരു നാടിന് ഗുണകരമാവില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഡോക്ടർ മോഹൻ വർഗീസ്, ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റം അത് ഈ കൊച്ചു കേരളം പോലും അതിൻ്റെ പൊറുതിയിൽ ആണ്. കാരണം ഓരോ ദിവസവും ഓരോ ബംഗ്ലാദേശിയെ പല കോണുകളിൽ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യാജ ആധാർ കാർഡ് ഒക്കെ പിടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നോക്കൂ, നുഴഞ്ഞുകയറ്റം ഒരു ഭാഗത്ത് ശക്തമായി നടക്കുന്നു. ഇപ്പോഴിതാ ഈ കലാപത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് നാഗ്പൂർ പോലീസിൻ്റെ സൈബർ സെല്ലാണ്. ആ IP അഡ്രസ് എവിടെ നിന്നാണ് ഈ വ്യാജ പ്രചരണങ്ങളുടെ ഉറവിടം എന്ന് കൃത്യമായി സൈബർ സെൽ കണ്ടെത്തിയിരിക്കുന്നു. ഏകദേശം 97ഓളം IP അഡ്രസ്സുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? ആ മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ സീരിയസ് ആയിട്ട് തന്നെയല്ലേ എടുക്കേണ്ടത്? ഇത് ശ്രീ അനിൽ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ 3-4 കാരണങ്ങളാൽ. ഒന്ന്, ഇതിൻ്റെ പിന്നിൽ, ഈ നാഗ്പൂർ കലാപത്തിൻ്റെ പിന്നിൽ ഒരു വിദേശ ശക്തിയുടെ ഇടപെടൽ, ഒന്നിലധികമോ വിദേശ ശക്തികളുടെ ഒരു കൺസേർട്ടഡ് അറ്റംപ്റ്റിൻ്റെ പരിണിത ഫലമാണ് യഥാർത്ഥത്തിൽ നാഗ്പൂരിൽ സംഭവിച്ചത് എങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രാന്തര വിഷയമായി മാറും. അതിനുള്ള ഏർലി സൂചനകളാണ് നാഗ്പൂർ പോലീസിൻ്റെ സൈബർ വിഭാഗത്തിൻ്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത്. 97ഓളം IP അഡ്രസ്സുകൾ ട്രേസ് ചെയ്യുന്നത് ബംഗ്ലാദേശിലേക്കാണ്. അപ്പോൾ ഇത് എപ്പോഴും ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശ്രീ സേനാപതി വേണു പറഞ്ഞതുപോലെ ഏറ്റവും ദരിദ്രരായ സാധാരണക്കാരായ ആളുകളാണ് കമ്മ്യൂണൽ റൈറ്റ്സിൽ, വർഗീയ കലാപങ്ങളിൽ കൊല്ലപ്പെടുന്നത്. പക്ഷെ മറഞ്ഞിരിക്കുന്ന ചില ശക്തികൾ, അത് രാഷ്ട്രാന്തര ശക്തികളാകാം, ദേശത്തിനുള്ളിൽ തന്നെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ കച്ചകെട്ടി ഇറങ്ങുന്ന ശക്തികളാകാം,
അവരുടെ കുൽസിതമായ മാർഗങ്ങളിൽ ഒന്നാണ് ഒരു മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ നടത്തുക. ഇവിടെ ഒരു മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നു. ഒരു ബജ്റാംഗ് ദളിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും എല്ലാം ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ടാകുന്നു. മുഗൾ ചക്രവർത്തി ഔറംഗസീബ് അദ്ദേഹം വളരെ കോൺട്രവേഴ്ഷ്യൽ ഒരു ചക്രവർത്തിയാണ്. അത് പറയാതിരിക്കാനാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഒരു വലിയൊരു ഭാരത സങ്കല്പം, ഭാരതം എന്ന പേരിൽ അല്ല എങ്കിൽ പോലും അങ്ങ് അഫ്ഗാനിസ്ഥാൻ മേഖല, ഇന്നത്തെ പാകിസ്ഥാൻ മേഖല, ഏതാണ്ട് ഇന്ത്യയുടെ ഈ തമിഴ്നാടും കേരളവും ഒഴിച്ചുള്ള ഇന്നത്തെ ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും, ബംഗ്ലാദേശും ബർമയും മ്യാൻമാറും എല്ലാം ചേർന്ന ഒരു വിശാല ഭൂമികയുടെ ഏറ്റവും അധികം ഭൂവിസ്തൃതിയുള്ള മുഗൾ സാമ്രാജ്യത്തിൻ്റെ അവസാന ഒരു പ്രമുഖ ചക്രവർത്തി. അതിനുശേഷം ചക്രവർത്തിമാരുണ്ടായി, അവർ ബലഹീനരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾ യഥാർത്ഥത്തിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ആളാകുന്നത് അദ്ദേഹത്തിൻ്റെ ലാളിത്യമുള്ള ജീവിതം, അദ്ദേഹത്തിൻ്റെ കല്ലറ തന്നെ, ഖബർ തന്നെ ഏറ്റവും ലളിതമായ രീതിയിൽ ക്രമീകരിക്കണമെന്ന് പറയുന്നു. ആ ഖബറിൽ ചുറ്റും വലിയ മരങ്ങൾ പോലും നടരുതെന്ന് പറയുന്നു. ആ തണൽ പോലും എനിക്ക് വേണ്ട, എനിക്ക് വിശാലമായ ആകാശം മതി എന്ന് പറയുന്നു. ആർക്കതിന് നല്ല വശം. അതിന് മറുവശം അദ്ദേഹത്തിൻ്റെ കാലത്ത് വ്യാപകമായ രീതിയിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായതായി രേഖകളിലുണ്ട്. അതുമാത്രമല്ല, മറാത്തകൾ, ഇവിടെ വിഷയം മഹാരാഷ്ട്രയിലെ കിഴക്കൻ പ്രദേശം, നാഗ്പൂർ മേഖല, വിദർഭ മേഖല, അവിടെയാണല്ലോ. അത് പണ്ടത്തെ ഡെക്കാൻ്റെ ഭാഗം കൂടിയാണ്. ഇന്നത്തെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന മേഘം ഇതെല്ലാം ചേർന്നതാണല്ലോ ഡെക്കാൻ. ആ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ്. ആ ഒരു ഭാഗത്ത് ശിവജിയുടെ സൈന്യങ്ങൾ അതിശക്തമായി മുഗൾ സൈന്യങ്ങളെ ചെറുത്തു നിന്നു. അതിനുശേഷം വന്ന സംഭാജി റാവു അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളും വ്യക്തമായ ഒരു മറാത്ത പ്രൈഡ് അവിടെ കാത്തു സൂക്ഷിച്ചു. ഇവിടെ വന്നിരിക്കുന്നത് ഒരു മുഗൾ നറേറ്റീവ്, അതൊരു മുസ്ലിം നറേറ്റീവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അത് വേഴ്സസ് ഒരു മറാത്ത പ്രൈഡ്. അതിൻ്റെ ഭാഗമായി ഉണ്ടായി വന്ന ഒരു വലിയ ഒരു ഡിമാൻഡാണ് മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിൻ്റെ ശവകുടീരം ഈ മണ്ണിൽ നിന്നും മാറണം. ആ മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു നാഗ്പൂരിൽ നിന്നും വളരെ അകലെയുള്ള സ്ഥലമാണ്. നാഗ്പൂരിൽ നിന്നും സംഭാജി നഗർ എന്ന് പറയുന്നത് നാഗ്പൂരിൽ നിന്നാണ്ട് 450 കിലോമീറ്റർ മാറിയുള്ള ഔറംഗാബാദിന് അടുത്തുള്ള ഒരു കുൽദാബാദ്. അപ്പം ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് കാര്യമായ നിർമ്മിതികളൊന്നും അവിടെ തന്നെ ഇല്ല. ഔറംഗസീബിൻ്റെ കാലത്ത് വലിയ ശവകുടീരങ്ങളൊന്നും അവിടെ കെട്ടിയിട്ടില്ല. അതൊരു ചെറിയ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്ന അവിടെ തന്നെയാണ് ഒരു വലിയ നിർമ്മിതിയിലേക്കൊക്കെ നീങ്ങിയത്. ഉറപ്പിക്കാനും പറ്റില്ല, ഒരിക്കലും ഉറപ്പിക്കാൻ ഒക്കില്ല. ഇപ്പോൾ അതാണ് ആരോപണ വിധേയമായ ഖബർ അവിടെ തന്നെയാണ് എങ്കിൽ അതുപോലും ഈ മറ്റ് മുഗൾ നിർമ്മിതികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറുതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഔപചാരിക, അതിനകത്തൊരു സിംബോളിക് രൂപമുണ്ട്. ഇതിനകത്തൊരു ഡിമാൻഡിൻ്റെ പിന്നിൽ എപ്പോഴും ഒരു സിംബോളിക് രൂപമുണ്ട്. തങ്ങളുടെ ജനതയെ അടക്കി ഭരിച്ച, അല്ലെങ്കിൽ തങ്ങൾ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ശിവാജിയുടെ ഒരു സാമ്രാജ്യത്തിനെതിരെ നിന്ന ഒരു ശക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ദൃശേഷിപ്പുകൾ ഒന്നും തന്നെ അവിടെ വേണ്ട എന്നൊരു ഡിമാൻഡ് ഉണ്ടായി. അതൊരു വശം. മറുവശത്ത് സ്വാഭാവികമായി ആ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, എക്കാലത്തും ഒരു ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ, ഒരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ മറുപക്ഷത്ത് പ്രക്ഷോഭം ഉണ്ടാകും. അങ്ങനെയാണ് മുസ്ലിങ്ങൾ സംഘടിക്കുന്നത്. ആ വിഭാഗം ഒരു വലിയ ഒരു ജനസഞ്ചയമാണ്. അത് നാഗ്പൂരിലാണ് അത് സംഘടിക്കുന്നത്. നാഗ്പൂരിൽ അവിടെ മത്സരിച്ച പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു ചെറിയ പാർട്ടിയുടെ, ഒരു മൈക്രോ പാർട്ടിയാണ്, ആ പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ച ഫഹീം ഷമീം ഖാൻ അല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി, അതായത് മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി, അങ്ങനെ ഒരു പാർട്ടിയെക്കുറിച്ച് ഒരു പക്ഷേ ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ മുൻപൊന്നും കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെ ഒരു പാർട്ടിയെക്കുറിച്ച് കേട്ടിട്ടില്ല. ഇപ്പോഴാണത് കേൾക്കുന്നത്. അത്രയും ചെറിയൊരു പാർട്ടി. അപ്പോൾ ആ പാർട്ടിയുടെ ഒരു നേതാവ്, അല്ലെങ്കിൽ ചെറുകിട നേതാവ്, അദ്ദേഹം വളരെ പ്രകോപനപരമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ജനക്കൂട്ടത്തെ ഇളക്കി മറിക്കുകയാണ്. പ്രകോപനപരമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമാർഗം ഈ വലിയ തോതിൽ അവർ സാധാരണക്കാരായ ആളുകളാണ്, ഈ പ്രക്ഷോഭകാരികളെന്ന് പറയുന്നവരെ, അവരെയൊക്കെ ഇളക്കി മറിക്കാൻ, അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഖുർആൻ കത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയ തോതിലുള്ള സ്വാഭാവികമായ ആക്രമണമാണ്. അതിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിൽ നിറം പിടിപ്പിച്ച കഥകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുക കൂടെ ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്ത് പോവുകയാണ്. ഈ വ്യാജ വാട്സപ്പ് മെസ്സേജുകളും വ്യാജ യൂട്യൂബ് വീഡിയോകളും എല്ലാം തന്നെ വ്യാപകമായി പ്രചരിച്ചു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സൈബർ സംവിധാനം, ഈ നാഗ്പൂർ പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള സൈബർ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അതിലെ
കുറേ IP അഡ്രസ്സെങ്കിലും ട്രേസ് ചെയ്യുന്നത് ബംഗ്ലാദേശിലേക്കാണ്. അത് ബംഗ്ലാദേശിൽ സൃഷ്ടിക്കപ്പെട്ട IP അഡ്രസ്സുകൾ, അത് ബംഗ്ലാദേശി പൗരന്മാരുടെ ആകാം, അവർ നുഴഞ്ഞു കയറിയ ആളുകളുടെ ആകാം. അങ്ങനെയാണ് ഒരു ബംഗ്ലാദേശ് ബന്ധമുണ്ടത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ നമ്മളിവിടെ ഒരു ചർച്ച നടത്തുന്നത്. ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. നമ്മുടെ ചർച്ചയിൽ നമ്മുടെ 2 പാനലിസ്റ്റുകൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു. ഒരു പക്ഷം പിടിച്ചുകൊണ്ടുള്ള സംസാരം എന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണൽ ഡിസ്ഹാർമണി ഉണ്ടാക്കേണ്ടത് ഇവിടെ ഇന്ത്യയിലെ ആരുടെയും ആവശ്യമല്ല. ഇതിന് പുറത്തുള്ള ഇന്ത്യയുടെ വളർച്ചയിൽ ഇപ്പോൾ 4 ട്രില്യൺ ഇക്കോണമിയിലേക്ക് ഇന്ത്യ എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ വളർച്ച തടയാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഭൗതിക അന്തരീക്ഷം, ക്രമസമാധാന നിലയും അന്തരീക്ഷവും സാമുദായിക വർഗീയ അന്തരീക്ഷം മോശമാവുക എന്നതാണ്. അത് പാകിസ്ഥാൻ്റെ ആവശ്യമാണ്, ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ ആവശ്യമാണ്. മുൻപത്തെ ബംഗ്ലാദേശ് അല്ല, ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാദേശ് അല്ല. പക്ഷേ മുഹമ്മദ് യൂനുസിൻ്റെ ബംഗ്ലാദേശിൻ്റെ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന മുഹമ്മദ് യൂനുസ് ഭരണകൂടത്തിൻ്റെ കൂടി ആഗ്രഹമാണ് ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാവുക. സ്വാഭാവികമായി അതോടൊപ്പം നിൽക്കുന്ന ചില ശക്തികൾ, പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ടുകളൊക്കെ ലഭിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു സിംബോളിക് ടാർഗറ്റ് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണ് ഒരുപക്ഷെ നാഗ്പൂരിലേക്ക് എത്തുന്നത്. നാഗ്പൂരിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ കേന്ദ്ര കാര്യാലയം ഇരിക്കുന്ന സ്ഥലമാണ് നാഗ്പൂർ. അപ്പോൾ അത് ഹൈന്ദവ സംഘടനകളുടെ വളരെ പരിപാവനമായ ഒരു സ്ഥലം എന്ന നിലയിൽ വളരെ പ്രധാനമാണ്. അത് മാത്രമല്ല RSSൻ്റെ 100ാം വാർഷികം ആചരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നാഗ്പൂർ തന്നെ തിരഞ്ഞെടുത്തത് വളരെ ബോധപൂർവമായി നടത്തിയ ഒരു തിരഞ്ഞെടുപ്പാണോ? ഇത് ആലോചിക്കേണ്ടതാണ്. ഒരു ആരോപണം എന്ന നിലയിൽ നമ്മൾ വെറുതെ ഉന്നയിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നാഗ്പൂരിൽ എന്തുകൊണ്ട്? പൊതുവേ പറഞ്ഞത്, ഇവിടെ നേരത്തെ മറ്റ് പാനലിസ്റ്റുകളും പറഞ്ഞതാണ്, നാഗ്പൂർ നല്ല സ്ഥലമാണ്, ഓറഞ്ച് വളരുന്ന സ്ഥലമാണ്, സ്വല്പം ചൂടാണ് ചൂട് കാലത്ത്, അതൊക്കെ ശരിയാണ്. പക്ഷേ നാഗ്പൂരിൽ വർഗീയമായ വലിയ സംഘടന പൊതുവേ നടക്കുന്ന ഒരിടമല്ല. അവിടെ തന്നെ ഒരു സംഘർഷം ഉണ്ടാവുകയും ഈ RSSൻ്റെ 100ാം വാർഷികം എന്നത് നാഗ്പൂരിലേക്ക് എല്ലാ കണ്ണുകളും നീളാൻ പോകുന്നൊരു വർഷമാണ് 2025. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ആ ഒരു നറേറ്റീവിലേക്ക് കൂടുതൽ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. അപ്പോൾ RSSൻ്റെ രൂപീകരണം എന്നത് 1923 നടന്ന നാഗ്പൂരിൽ നടന്ന വലിയൊരു വർഗീയ കലാപം. അതിൽ 100കണക്കിന് ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയായിരുന്നു ഒരു രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന രൂപത്തിൽ ഒരു സംഘടന 1925 ഉണ്ടാകുന്നതും 1927 വീണ്ടും ഒരു വർഗീയ കലാപം ഉണ്ടായി. അപ്പോൾ നാഗ്പൂരിൻ്റെ ചരിത്രത്തിൽ അന്ന് തന്നെ 100 വർഷം മുൻപ് തന്നെ 2 പ്രധാനപ്പെട്ട വർഗീയ സംഘർഷമുണ്ടായി. അടിക്കടി ആ കാലത്തുണ്ടായിരുന്നു. പിന്നീട് അത് വലിയ ശാന്തമായി. ഇപ്പോൾ വീണ്ടും ഈ ഒരു ഹൈന്ദവ സംഘടനകളുടെ ഒരു കേന്ദ്രബിന്ദുവായ നാഗ്പൂരിന് ചുറ്റും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. മുസ്ലിങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായി വസിക്കാവുന്ന രാജ്യമായി ഇന്ത്യ തുടരുന്നില്ല എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവുകൾ ഒരു ഭാഗത്തുണ്ടാകുന്നു. മറുപക്ഷത്തെ തിരിച്ചും ഉണ്ടാകുന്നുണ്ട്. അതുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഹൈന്ദവ ഭൂരിപക്ഷ വിഭാഗങ്ങളെ സംഘടിതമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമിക്കുന്നു എന്ന ഒരു മറു നറേറ്റീവ് ഉണ്ടാകുന്നു. ഇത് രണ്ടും ഉണ്ടാകുന്നത് ഗുണപരമായ കാര്യമല്ല. എനിക്കതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനാവൂ. കാരണം ഇത് ആർക്കും യഥാർത്ഥത്തിൽ നാഗ്പൂരിലെ ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നതല്ല. അവരുടെ നഗരം കത്തി അമരണമെന്ന് ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നതല്ല. മറ്റ് ശക്തികൾക്ക് ഇടപെടാനുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ടാകുന്നുവെങ്കിൽ അതൊരു ഗ്ലോബൽ നെറ്റ്വർക്കിങ്ങിൻ്റെ കൂടെ ഒരു ഫലമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ആഗോളതലത്തിൽ ഇൻ്റലിജൻസ് നെറ്റ്വർക്കുകൾ അമേരിക്കയുമായും ഇസ്രായേലിൻ്റെ മൊസാദുമായും അമേരിക്കയുടെ CIA എല്ലാം സഹകരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ വരാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള ഗൂഢാലോചനകൾ ഇത് മുളയിൽ തന്നെ ചുള്ളേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇനി ഫഡ്നാവിസിൻ്റെ കാര്യത്തിലേക്ക് വരാം. മഹാരാഷ്ട്രയുടെ പൊളിറ്റിക്സിലേക്ക് കൂടെ വരാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ മഹാരാഷ്ട്രയുടെ പൊളിറ്റിക്സും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഈ ഗുജറാത്തിൻ്റെ പൊളിറ്റിക്സിൽ ഗുജറാത്തിൽ വംശീയ ലഹളയുണ്ടായ 2002 ശേഷം പിന്നീട് അതെൻ്റെ പൊളിറ്റിക്കൽ സൈഡാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഗുജറാത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി വലിയൊരു നിർണായക ശക്തിയല്ല. പക്ഷേ അവിടെ കലാപമുണ്ടായി. ഗോധ്ര അത് വളരെ ഒരു കാർണേജ് തന്നെയായിരുന്നു. കർഷകരെ വലിയ തോതിലാണ് അഗ്നിക്കിരയാക്കിയത്. ട്രെയിൻ തന്നെ കത്തിച്ചു. അപ്പോൾ അവിടെ അതിനുശേഷം ഉണ്ടായ ഒരു റിയാക്ഷൻ, സ്വാഭാവികമായി ഉണ്ടാകുന്ന റിയാക്ഷനാണ്. ആക്ഷൻ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അങ്ങനെ ഉണ്ടായി. അതിനുശേഷം നരേന്ദ്രമോദിയുടെ ആദ്യ സമയത്താണ് ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ പോളറൈസേഷൻ പിന്നീടുണ്ടായി. വളരെ വലിയ തോതിലുള്ള പോളറൈസേഷൻ ഉണ്ടായി ഗുജറാത്തിൽ. പിന്നീട് ഒരിക്കൽ പോലും ഈ BJP ഇതര കക്ഷികൾക്ക്, കോൺഗ്രസിനോ മറ്റ് കക്ഷികൾക്കോ അധികാരത്തിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല 2002 ശേഷം. അപ്പോൾ ദീർഘമായ ഒരു 2.5 പതിറ്റാണ്ടോളം
പിന്നെ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കക്ഷിക്ക് അധികാരത്തിൽ വരാനെത്തിയില്ല. എന്നാൽ മഹാരാഷ്ട്രയിൽ കുറച്ചുകൂടെ സങ്കീർണമാണ് സിറ്റുവേഷൻ. മഹാരാഷ്ട്രയിൽ മൾട്ടിപ്പിൾ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഫഡ്നാവിസ് ജയിച്ച് മുഖ്യമന്ത്രിയായി വന്നു. BJP ശിവസേന റെപ്രസെൻ്റ് ചെയ്തിരുന്ന ആശയം തന്നെയാണ് BJPയും ഒരു പരിധിവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ശിവസേനകൾ പിളർന്ന് പലതായി നിൽക്കുകയാണ്. 2 ശിവസേനകൾ പ്രധാനമായും, പിന്നെ മറ്റൊരു രാജ് താക്കറെയുടെ ശിവസേനയും എല്ലാം കൂടി ചേർന്ന് പല ശിവസേനകൾ ആയി. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു കൾച്ചറൽ നാഷണലിസ്റ്റ് ഫോഴ്സസ് BJPയുടെ പിന്നിൽ മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ അണിനിരക്കുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് BJPക്ക് ഭരിക്കാനുള്ള ശക്തിയുണ്ട്. ഒരു മുന്നണി എന്ന നിലയിൽ അതിശക്തമാണ് അവിടുത്തെ മഹായുതി സഖ്യം. അപ്പോൾ അതങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോയാൽ എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകണം. അപ്പോൾ അതിലൊരു കാര്യമായ ഒരു പ്രശ്നമുണ്ടാകണമെന്ന് ആരോ ചിന്തിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. മറുവശത്തെ തുടർച്ചയായി ഭരണത്തിൽ ഇരിക്കണമെങ്കിൽ, ഗുജറാത്ത് മോഡലിൽ തുടർച്ചയായി ഭരണത്തിൽ ഇരിക്കണമെങ്കിൽ മഹാരാഷ്ട്രയുടെ മനസ്സും ഗുജറാത്തിനെ പോലെ പോളറൈസ്ഡ് ആകണം എന്ന ചിന്ത മറുവശത്തുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചിന്തകളാണ്, രാഷ്ട്രീയ ചിന്തകളുണ്ട്, അതിന് പുറമെ സിവിലൈസേഷണൽ ചിന്തകളുണ്ട്, വിദേശത്ത് വരുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ചിന്തകളുണ്ട്. ഇതെല്ലാം കൺവേർജ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഇടം കലാപത്തിനായി രൂപപ്പെടുകയാണ്. അങ്ങനെയാണ് നാഗ്പൂരിൽ സംഘർഷത്തിൻ്റെ വിത്തുകൾ പാകപ്പെട്ടതും. അത് നമുക്കറിയാം, ഒരു ചരിത്രത്തെയാണ് ഇവിടെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. എത്രയോ വർഷം മുമ്പ് മരിച്ചുപോയ 1707 തോന്നുന്നു ഔറംഗസീബ് അന്തരിക്കുന്നത്. അപ്പോൾ 50 വർഷത്തോളം ഇന്ത്യ ഭരിച്ച, അല്ലെങ്കിൽ ഇന്ത്യയുടെ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളും ഭരിച്ച മുഗൾ ചക്രവർത്തിയായിരുന്നല്ലോ ഔറംഗസീബ്. അപ്പോൾ ഔറംഗസീബിൻ്റെ ലെഗസി, ആ ലെഗസിയെ വീണ്ടും പൊടി തട്ടിയെടുക്കുന്ന ഒരു മനസ്സ്, അത് ചില കേന്ദ്രങ്ങളിൽ ഔറംഗസീബിൻ്റെ മതം ഏതുമായിക്കൊള്ളട്ടെ, ഔറംഗസീബിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഒരു ചരിത്ര പുരുഷൻ്റെ സാന്നിധ്യം തട്ടിയെടുക്കുക വഴി അതിൻ്റെ പിന്നിൽ റാലി ചെയ്യാൻ ദേശീയ തലത്തിൽ ഔറംഗസീബിനെ, ഒരു മുസ്ലിം ഐക്കോൺ, ഒരു സിവിലൈസേഷണൽ ഐക്കോൺ എന്ന നിലയിൽ ഔറംഗസീബിനെ പ്രതിഷ്ഠിക്കുന്നത് ആരുടെയെങ്കിലും താല്പര്യമാണോ? അതും ആലോചിക്കണം. ഇനി ഔറംഗസീബിനെ മുന്നിൽ നിർത്തി മറ്റൊരു ഭാഗത്ത് പോളറൈസേഷൻ ഉണ്ടാക്കുന്നത് മറ്റു ചിലരുടെ താല്പര്യമാണ്. ഇങ്ങനെയുള്ള മറഞ്ഞിരിക്കുന്ന ശക്തികളുടെ താല്പര്യം ഇത് മുഴുവൻ കണ്ടെത്തേണ്ടത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ്. മഹാരാഷ്ട്ര പോലീസിന് ഇപ്പോൾ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതുപോലുള്ള വ്യക്തികളെ മഹത്വവൽക്കരിക്കരുത് എന്നാണ്. കാരണം ഔറംഗസീബിന് എന്ത് സ്ഥാനം ചരിത്രത്തിൽ എന്നുള്ളതാണ്, അതുകൂടി പഠിക്കണം. മാത്രമല്ല, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഔറംഗസീബിൻ്റെ സംഭാവനകൾ എന്താണ് എന്നൊക്കെ ഇത്തരുണത്തിൽ അതുകൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഔറംഗസീബിൻ്റെ യഥാർത്ഥത്തിൽ ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി കൂടിയാണ്, രാഷ്ട്രമീമാംസ അധ്യാപകനും അന്താരാഷ്ട്ര ബന്ധങ്ങൾ പഠിപ്പിച്ചയാളും ചരിത്രത്തിൽ കൗതുകപരമായ താല്പര്യമുള്ള ഒരാളുമാണ്. ഔറംഗസീബ് എപ്പോഴും ഒരു പഠന വിഷയം തന്നെയാണ്. ഔറംഗസീബ് എപ്പോഴും നമ്മൾ പറയും ഔറംഗസീബ് മതഭ്രാന്തനായിരുന്നു, ഹൈന്ദവ ആരാധന ഇടങ്ങൾ ഇടിച്ചു പൊളിച്ച് നിരത്തിയ ആളാണ്, നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിയ ആ ഒരു ഇമേജ് ഒരു വശത്തുണ്ട്. മറുവശത്ത് ഏറ്റവും ലളിത ജീവിതം, വ്യക്തിപരമായി വലിയ സംശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഔറംഗസീബ്. അപ്പോൾ വ്യക്തിപരമായ നൈർമല്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപജീവനം തന്നെ നടത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഖജനാവിനെ പണമെടുത്തിട്ടല്ല, ഇപ്പോഴത്തെ പലരും ചെയ്യുന്ന പോലെ, രാഷ്ട്രീയ നേതാക്കളൊക്കെ ചെയ്യുന്ന പോലെയല്ല, മറിച്ച് തൊപ്പി തുന്നി അദ്ദേഹം കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കും ശമ്പളമായി. അല്ല എങ്കിൽ അദ്ദേഹം മറ്റ് ചില ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഉണ്ടാക്കുന്ന ഖുർആൻ പകർത്തി എഴുതുക, അത് വിൽക്കുക, എങ്ങനെയൊക്കെ രാജാവ് പകർത്തി എഴുതുന്ന ഖുർആന് വലിയൊരു വില കിട്ടുമായിരിക്കും, ശരിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ തുകയിൽ നിന്നും മിച്ചം വെച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഖബറിന് വേണ്ടി ഏറ്റവും ലളിതമായ ഒരു ഖബറാണല്ലോ. അപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു നന്മപരമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ചില നറേറ്റീവുകൾ അത് ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. നമ്മൾ അടക്കം പഠിച്ചത് അതൊക്കെ തന്നെയാണല്ലോ. ഇപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ ഇതൊക്കെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയതും. എന്തൊക്കെയായിരുന്നു ഇവരുടെയൊക്കെ സംഭാവനകൾ, ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടത്, അതൊക്കെയാണല്ലോ ICHR ഒക്കെ വിശദമായി. നമ്മുടെ ഡോക്ടർ CI ഐസക് പത്മശ്രീ ലഭിച്ച അദ്ദേഹം അടക്കം ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ്, വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം വർത്തമാനകാലത്ത് അവതരിപ്പിക്കുന്നത്.
തീർച്ചയായും ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് വിസ്മൃതിയിൽ ആണ്ട് കിടക്കുകയാണ്. ആ ചരിത്രത്തിലെ കാണാതെ പോയ ആ ഒരു നന്മകളോ തെറ്റായ പ്രവണതകളോ ഇത് പച്ചയായി അവതരിപ്പിക്കാൻ ഒരുപക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ആധുനിക ചരിത്ര ഹിസ്റ്റോഗ്രഫിക്ക് പുതിയ മെത്തേഡ്സ് വരികയാണ്. അപ്പോൾ അത് അല്ല എങ്കിൽ പൊളിറ്റീഷ്യൻസിൻ്റെ കയ്യിൽ, ആ ഭരണകർത്താക്കളുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ ഈ ചരിത്രം ഏത് രൂപത്തിലും വളച്ചൊടിക്കാവുന്ന പാഠപുസ്തകങ്ങളുടെ അപനിർമ്മിതിയാകട്ടെ, അതിൻ്റെ പുനർനിർമ്മിതിയാകട്ടെ, ഇതിൻ്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയം കടന്നു വന്നാൽ അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയ കാര്യമാണ്. ഔറംഗസീബിനെ കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം കൊടുക്കാൻ കഴിയണം, അദ്ദേഹം തകർത്ത ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ചിത്രം കൊടുക്കാൻ കഴിയണം. പക്ഷേ അദ്ദേഹം പുനർനിർമ്മിച്ച കാര്യങ്ങളെക്കുറിച്ചും ചിത്രം കൊടുക്കാൻ സാധിക്കണം, അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്കെച്ചും കൊടുക്കാൻ സാധിക്കണം. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ തർക്ക വിഷയമായിരിക്കുന്ന ഈ ഖബർ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് പഠിക്കണം. അവിടെയല്ല ഉണ്ടാകേണ്ടത്, മുഗൾ ശക്തി കേന്ദ്രങ്ങളായ ആഗ്രയിലോ ഡൽഹിയിലോ ഉത്തർപ്രദേശിൻ്റെ ഏതെങ്കിലും മേഖലകളിലാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ അത് മഹാരാഷ്ട്രയിലെ മണ്ണിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് അതൊരു സന്യാസിമാർ, മുസ്ലിം പുരോഹിതന്മാർ അല്ലെങ്കിൽ അവർ ധ്യാനത്തിനുമൊക്കെയായി വരുന്ന ഒരു ഇടമായിരുന്നു അത്. അപ്പോൾ ആ ഇടത്ത് തന്നെയാകണം തൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് ഔറംഗസേബ് ചിന്തിച്ചത് കൊണ്ടാണ്. അത് ലളിതമായി ഇരിക്കണം എന്ന് ചിന്തിച്ചു എന്നതിന് ഒരു ചരിത്ര സാങ്കത്യം ഉണ്ട് താനും. പക്ഷേ അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം, 300-ൽ പരം വർഷങ്ങൾക്ക് ശേഷം അത് വളരെ വലിയ വിവാദമായി കത്തും എന്നൊരിക്കലും ആ കാലത്ത് ഔറംഗസേബോ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരോ ഒരിക്കലും ഉദ്ദേശിച്ച് കാണുകയുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെ ഒരു ചരിത്രം, അത് ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഔറംഗസേബ് ആയിക്കൊള്ളട്ടെ, ഷാജഹാൻ ആയിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും ഒരു ശിവജി ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു ചരിത്ര പുരുഷനെ മുന്നിൽ നിർത്തി നമ്മൾ വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് ഡിബേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ രാജ്യം ഒരുപാട് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദേശീയ ഉദ്ഗ്രഥനത്തിന് അത്യാവശ്യം വേണ്ടത് ഈ കൃത്യമായ ചരിത്ര വിവരണങ്ങൾ, നിഷ്പക്ഷമായ ചരിത്ര വിവരങ്ങളും അത് വൈകാരികവൽക്കരിക്കാതിരിക്കാനുള്ള കാരണങ്ങളും അടിസ്ഥാനത്തിൽ മാത്രമേ വാട്സ്ആപ്പ് മെസ്സേജുകൾ അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിൽ നിന്ന് ശിവജി കൊള്ളരുതാത്തവനും ഔറംഗസേബ് മഹാനും എന്ന രീതിയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴാണ് ഈ മറാഠ വികാരം ഉണരുന്നത്, അല്ലേ? ശ്രീ അനിൽ, ശിവജി എന്ന് പറയുന്നത് ഈ രാജ്യം മുഴുവൻ ബഹുമാനിക്കുന്ന മറാഠ നേതാവ് മാത്രമല്ല, ആ ഒരു എംപയറിൻ്റെ, അത് മുഗൾ സാമ്രാജ്യത്തിനെതിരെ അത്രയും ധീരമായി ചെറുത്ത് നിന്ന മറ്റൊരു നേതാവില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അതൊരു മുഗൾ ഡോമിനേഷൻസ് നമ്മൾ ചിന്തിക്കാനാവാത്ത രീതിയിലുള്ള ഒരു ശക്തിയാണ്. ഔറംഗസീബിൻ്റെ സമയത്തൊക്കെ ഈ ശശിധരൂടൊക്കെ പറയുന്ന കണക്കുകൾ നമുക്കറിയാമല്ലോ, 23% വേൾഡ് GDP ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഔറംഗസീബിൻ്റെ എംപയറിൻ്റെ അവസാന കാലത്താണ്. അപ്പോൾ ഇന്ത്യ വാസ് ക്യാഷ് റിച്ച്. യൂറോപ്യൻസിനേക്കാളും ഒക്കെ അന്നത്തെ ബ്രിട്ടൻ ഒക്കെ 17-ാം നൂറ്റാണ്ടിലെ ഒക്കെ ബ്രിട്ടൻ എന്ന് പറയുന്നത് എന്താണ്, 16-17 അവർക്ക് എമർജ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, നാവികശക്തി ആയിട്ട് വരുന്നു. പക്ഷേ ഔറംഗസീബിന് നാവികശക്തി ഇല്ലാതെ പോയി, കടലുകളിലേക്ക് ഇറങ്ങിയില്ല. അതുകൊണ്ടാണ് ആ ഒരു സാമ്രാജ്യത്തിന് മുന്നോട്ട് പോകാനാവാത്തത്. അത് മാത്രമല്ല അദ്ദേഹത്തിന് പിൻഗാമികൾ ദുർബലരായിരുന്നു. ആഭ്യന്തരമായി ഔറംഗസീബിൻ്റെ സമയത്ത് തന്നെ തുടങ്ങിയ നയങ്ങളുടെ വിള്ളലുകൾ പിന്നീടാണ് സർഫസ് ചെയ്തത്. അത് എംപയറിൻ്റെ പതനത്തിന് കലാശിച്ചു. പക്ഷേ അതിന് ഒരു കാരണമായത് മറാഠകളുടെ ഭാഗത്ത് നിന്ന് വീറോടുകൂടി മറാഠാസ് അവരെ ആ ഡെക്കാൻ പ്രദേശം ഉൾപ്പെടെ കീഴടക്കി ഔറംഗസീബിൻ്റെ സൈന്യങ്ങളെ പലതവണ പരാജയപ്പെടുത്തി ചെറുത്ത് നിന്ന ധീരനായ ശിവജി മഹാരാജ്. അപ്പം അതുകൊണ്ടാണ് ശിവസേന, മഹാരാഷ്ട്രയിലെ ശിവസേന എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രക്കാർക്കൊരു വികാരമാണ്. അവിടെ ഒരു ഉത്തർപ്രദേശിൻ്റെ ഒരു മുഖമായി, അല്ലെങ്കിൽ അന്നത്തെ ഉത്തർപ്രദേശ് നല്ലല്ലോ എന്ന് പറയുന്നത്, ആ ഒരു മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ മുഖമായി കാണുന്ന ഒരു രീതിയാണ് ഒരുപക്ഷെ ഔറംഗസീബിന്. ഇപ്പോൾ ഉത്തർപ്രദേശ് ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിലാണ്, യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാണ്. പക്ഷേ അത് മോഡേൺ നറേറ്റീവാണ്. പക്ഷേ അതുകൊണ്ട് ആ തിരുശേഷിപ്പുകൾ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ വലിയ ഈ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റണം. ഔറംഗാബാദ് എന്ന് പറയുന്നത് ഔറംഗസീബിൻ്റെ നാമധേയം പേർന്ന സ്ഥലമാണ്, അല്ലേ? അത് മാറണം. ഇപ്പം അവിടുത്തെ മറാഠ വികാരം ഒരു പക്ഷേ ഔറംഗസേബ് എന്ന പേര് മാറ്റണമെന്നുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പേരുമാറ്റത്തിനെ കുറിച്ചുള്ള ഡിമാൻഡ് വരുന്നത് ഇങ്ങനെയുള്ള കൾച്ചറൽ നറേറ്റീവ്സ് വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ശിവജിയുടെ മഹത്വം ഒരിക്കലും കുറയുന്നില്ല. ശിവജിയെ ചരിത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് ഒരു നല്ല ധീരനായ ദേശാഭിമാനിയായ ഒരു വൈദേശിക ആധിപത്യത്തെ ചെറുത്ത് നിന്ന ഒരാളെന്നുള്ള നിലയിലാണ്. മുഗൾ എംപയർ എന്തൊക്കെ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, വെളിയിൽ നിന്ന് വന്നു, അതിന് മുൻപ് തന്നെ മുസ്ലിം ഭരണാധികാരികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്.
അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുഗളന്മാർ വെളിയിൽ നിന്ന് വന്നു. മധ്യപൗരസ്യ പ്രദേശത്തും സെൻട്രൽ ഏഷ്യയിൽ നിന്നും കടന്നു വന്ന ആളുകളാണ് അവർ. പക്ഷേ ഇവിടെ അവരുടെ വാസസ്ഥാനമാക്കി മാറ്റി അവരുടെ മണിമന്ദിരങ്ങളും നിർമ്മിതികളും എല്ലാം തന്നെ ഉണ്ടായത് ഇവിടെയാണ്. അതുമാത്രമല്ല അവർ പലപ്പോഴും സേനാനായകന്മാരെ, ഔറംഗസീബിന്റെ സേനാനായകന്മാർ പലരും മുസ്ലിങ്ങളായിരുന്നില്ല, ഹൈന്ദവരായിരുന്നു. ശിവജിയുടെ സേനാനായകന്മാർ പലരും മുസ്ലിങ്ങളായിരുന്നു എന്നതും പ്രത്യേകമായി ഓർക്കണം. അന്നൊരു കമ്മ്യൂണൽ ഡിവൈഡ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് മതത്തിന്റെ മാത്രമല്ലായിരുന്നു, അത് രണ്ട് സംസ്കാരങ്ങളാണ്. മറാത്ത എന്ന ഭാഷ അല്ലെങ്കിൽ മറാത്ത വികാരം, അത് വേഴ്സസ് ദ റെസ്റ്റ് ഓഫ് നോർത്ത് ഇന്ത്യയിലെ മറ്റൊരു വികാരം. ആ നറേറ്റീവ് ഒരിക്കൽ കൂടി പുനർജനിക്കുന്നത് ഇന്ത്യയുടെ ഭദ്രതയ്ക്ക് അത്ര നല്ലതല്ല എന്നതാണ്. അത് മറ്റ് രീതികളിലേക്ക് പോകും. അത് പാർട്ടികൾക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതികളിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ആ സംഘർഷം ലോക്കലൈസ് ചെയ്ത് നാഗ്പൂരിലേക്ക് മാത്രം ഒതുക്കുക. എന്നിട്ട് ആ ഒരു വിഷയം മുന്നോട്ട് പോകുന്നത് അത്ര ഗുണകരമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജയസൂര്യൻ, ചർച്ച 3/4 മണിക്കൂർ പിന്നിടുമ്പോൾ ഈ ചില ചരിത്ര സത്യങ്ങൾ, വസ്തുതകൾ അതൊക്കെ അനാവരണം ചെയ്യപ്പെട്ടു. പക്ഷേ ഇപ്പോഴും നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം എന്തുകൊണ്ട് നാഗ്പൂർ എന്നുള്ളതാണ്. എന്തായിരിക്കാം ഇവർ നാഗ്പൂർ തിരഞ്ഞെടുത്തത്? മാത്രമല്ല, ഒരു വൈദേശിക ശക്തിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഗ്പൂരിലേക്ക് വന്നത് എന്നതും വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും വളരെ സജീവമായി ചർച്ചാവിധേയമാക്കേണ്ട വിഷയം തന്നെയാണ് അത്. അതോടൊപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ദേശീയത എന്നുള്ളത് മതം എന്ന വികാരവുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത്? ഇതും വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇപ്പോൾ അവിടെ മറാഠ അല്ലെങ്കിൽ ഭാരതീയ വികാരം എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് മതപരമായി ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നിടത്താണല്ലോ ഇത് കലാപത്തിലേക്കും വർഗീയതയിലേക്കും വഴിമാറി പോകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ കേരളത്തിലെ ഒരു ഉദാഹരണം പറയാം. BJT ഹാൾ തിരുവനന്തപുരത്ത്, വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ. എന്നാൽ അതിന്റെ പേര് മഹാത്മാ അയ്യങ്കാളി എന്ന് മാറ്റിയപ്പോൾ 125 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു രാജാവായിട്ടുള്ള മൂലം തിരുനാൾ രാമവർമ്മ ഉദ്ഘാടനം ചെയ്ത ആ ഹാളിന്റെ പേര് മാറ്റാൻ ഞങ്ങൾ ക്രിസ്ത്യാനികൾ അനുവദിക്കില്ല, ഇത് ഞങ്ങളുടെ ക്രൈസ്തവ മതവികാരം വ്രണപ്പെടുമെന്ന് ഒരു ക്രിസ്ത്യാനിയും കേരളത്തിൽ പറഞ്ഞില്ല. അതിനെ ഒരു മതവിഷയമാക്കി എടുക്കാൻ തയ്യാറായില്ല. നേരെ മറിച്ച് വൈദേശികാധിപത്യം പോയി, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി, സ്വാതന്ത്ര്യം കിട്ടി, ഇനിയും ആ വിക്ടോറിയ രാജ്ഞിയുടെ ജൂബിലി തിരുനാളിന്റെ സ്മാരകം എന്ന് പറഞ്ഞുകൊണ്ട് അതവിടെ നിലനിൽക്കുന്നത് ഒരു അപമാനമാണ്, നാണക്കേടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്താണ് അതിന് പേര് മാറ്റിയത്. എന്നിട്ട് മഹാത്മാ അയ്യങ്കാളിയുടെ ടൗൺ ഹാൾ എന്ന് പേരിട്ടത്. ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അപ്പോൾ എന്ന് പറയും പോലെ ഈ മുഗള ഭരണം എന്നുള്ളത് ഇന്ത്യക്ക് അഭിമാനകരമായിരുന്നോ? അത് ഇന്ത്യയെ വളർത്തിയോ? ഇപ്പോൾ പറയുന്ന ചില കണക്കുകളുണ്ടല്ലോ. അതായത് അന്ന് ഔറംഗസീബിന്റെ കാലത്ത് നമുക്ക് 23% ആഗോള GDP-യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു തമാശയാണ്. അതായത് ഇവളെ കെട്ടിയതോടുകൂടിയാണ് ഞാനൊരു ലക്ഷാധിപതിയായി മാറിയത് എന്നൊരാൾ പറഞ്ഞു. അപ്പൊ അയാളോട് ചോദിച്ചു, ഈ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നു? അല്ല, അതിനു മുമ്പ് ഞാൻ കോടീശ്വരനായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് ഈ ഔറംഗസീബിന്റെ കാലത്ത് 23. ഔറംഗസീബിന് മുമ്പ് ഇവിടെ ചന്ദ്രഗുപ്തനും അശോകനും വിക്രമാദിത്യനും ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് ആഗോള GDP-യുടെ 47% ഭാരതത്തിലായിരുന്നു. അതാരും പറയുന്നില്ല, അത് മറച്ചു വെക്കുകയാണ്. ആ ചരിത്രം മറച്ചു വെക്കുകയാണ്. എന്നിട്ട് ഔറംഗസീബിനെ അവതരിപ്പിക്കുമ്പോൾ ഔറംഗസീബ് ആണെങ്കിലും അത് ബാബർ ആണെങ്കിലും അത് അക്ബർ ആണെങ്കിലും അത് ആര് തന്നെയാണെങ്കിലും അവരൊക്കെ ഇന്ത്യയിൽ വന്നത് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി അല്ലല്ലോ, ഇന്ത്യയെ വെട്ടിപ്പിടിക്കാനും ഇന്ത്യയുടെ സാംസ്കാരിക മൂല്യത്തെ നശിപ്പിക്കാനും ഇവിടെ ആ സർവാധിപത്യം സ്ഥാപിക്കാനും വൈദേശിക ആധിപത്യം അടിച്ചേൽപ്പിക്കാനും വേണ്ടി വന്നു എന്നുള്ള സത്യം പറയാൻ എന്താ ഇത്ര ഭയം? അപ്പോ ആ ഭയം മാറാത്തിടത്തോളം കാലം നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ സത്യത്തെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അതിനൊരിക്കലും നമ്മൾ മതപരമായിട്ടുള്ള കളർ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ വന്ദേ മാതരം ഞങ്ങൾക്ക് പാടാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് ഹറാമാണ് എന്ന് പറയുമ്പോൾ ദേശീയതയെ എന്തിനാണ് മതവുമായിട്ട് കൂട്ടിക്കെട്ടുന്നത്? ഭാരത് മാതാ കീ ജയ് എന്ന് ഞങ്ങൾ വിളിക്കില്ല, കാരണം മാതാ എന്നുള്ളത് സ്ത്രീയാണ്, അത് ഞങ്ങൾക്ക് ഹറാമാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ദേശീയതയെ മതവുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് എന്ന് ചോദിക്കാൻ ഇവിടെ ആർക്കും ധൈര്യമില്ല.
അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. ഇപ്പോൾ നമ്പ്യാർ ചോദിച്ചതുപോലെ അതുകൊണ്ടാണ് വിദേശ ശക്തികൾക്ക് വിദേശ മണ്ണിൽ ഇരുന്നു കൊണ്ട് വളരെ ഈസി ആയിട്ട് ഇവിടുത്തെ ഏതൊരു നഗരത്തിൽ ഏതൊരു കലാപവും ആസൂത്രണം ചെയ്യാനും അത് നടപ്പാക്കാനും സാധിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന RSS കഴിഞ്ഞ 100 വർഷം കൊണ്ട് ഭാരതത്തിന്റെ ദേശീയ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സകല മേഖലകളിലും ഉണ്ടാക്കിയ ഉണർവ്, ആ ഉണർവാണല്ലോ ഇന്ന് ഭാരതത്തെ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായിട്ടും മറ്റ് ശാക്തിക മേഖലകളിലും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു കലാപം ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ ഹൃദയത്തിൽ തന്നെ അടികൊടുക്കുക എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഭീകര ശക്തികളുടെ അജണ്ട, അതാണ് നാഗപ്പൂർ തെരഞ്ഞെടുക്കാൻ കാരണം, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് BJPക്ക് പിന്നിലുള്ള അല്ലെ BJPയെ വളർത്തിയെടുത്ത RSSന്റെ ആസ്ഥാനം തന്നെ ആക്രമിക്കുക. അപ്പോൾ ഇത് അന്താരാഷ്ട്ര രംഗത്ത് കൊടുക്കുന്ന വലിയൊരു മെസ്സേജാണ്. രക്ഷയില്ല ഭാരതത്തിൽ, അതായത് RSSന്റെ ആസ്ഥാനം തന്നെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വന്നാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മുതൽ അന്താരാഷ്ട്ര കരാറുകൾ മുതൽ ഭാരതത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ കഴിയുന്ന ഒരു വലിയ മെസ്സേജ് ഇന്ത്യക്ക് പുറത്തേക്ക് പോകും. അത് ഈ ഭീകര ശക്തികൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സാമ്പത്തിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ആയിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും അതിനെ തകർക്കുക എന്നുള്ള ഭീകരവാദികളുടെ അജണ്ട, ആ അജണ്ട നടപ്പാക്കാൻ അവർ തെരഞ്ഞെടുത്തത് RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഭാരതത്തിൽ നടക്കാൻ പോകുന്ന വലിയ മുന്നേറ്റങ്ങൾക്ക് ഹൃദയ കേന്ദ്രമായിരിക്കുന്ന നാഗപ്പൂരിനെ ആക്രമിക്കുക എന്നതിലൂടെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയതയ്ക്കെതിരായിട്ടുള്ള ആക്രമണമാണ്. നമ്മൾ പഴയ കാര്യങ്ങൾ പൊടിതട്ടി എടുക്കേണ്ടതുണ്ടോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ല, ഈ ഗഡ്സ് എങ്ങനെ ഇവർക്ക് കിട്ടി എന്നുള്ളതാണ്, എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഗഡ്സ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്പ്യാരുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ലോകത്തെ മറ്റൊരു രാജ്യത്തും ഇല്ലാത്തൊരു പ്രത്യേകത ഭാരതത്തിനുണ്ട്. ഭാരതത്തിന്റെ വിശാലത, ഭാരതത്തിന്റെ വിശാല മതേതര ജനാധിപത്യ കാഴ്ചപ്പാട് അല്പം വികലമല്ലേ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ലോകത്തെ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ വിദേശ ശക്തികൾക്കും വിധ്വംസക ശക്തികൾക്കും രാജ്യവിരുദ്ധ ശക്തികൾക്കും പിന്തുണ കിട്ടുന്ന മറ്റൊരു രാജ്യം ഉണ്ടോ? ഞാൻ ഒറ്റ ഉദാഹരണം കൂടെ പറയാം. ബോംബെ സ്ഫോടന പരമ്പരകൾക്ക് നേതൃത്വം കൊടുത്ത് അവസാനം പിടിക്കപ്പെട്ട് ജയിലിൽ അടച്ച് വിചാരണ ചെയ്ത് സുപ്രീം കോടതി തൂക്കിക്കൊന്ന യാക്കൂബ് മേമൻ, ആ യാക്കൂബ് മേമന്റെ ഖബറിടം ഇന്ന് മാർബിൾ വിരിച്ച് മനോഹരമാക്കി വലുതാക്കി രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് പവിത്രമായിട്ട് ആഘോഷിക്കുന്ന ഒരു രാജ്യം. ആരെങ്കിലും എതിർപ്പ് പറഞ്ഞോ? പറഞ്ഞാൽ എന്തായിരിക്കും ഫലം? അത് വർഗീയമായിട്ട് കാണും. ഇത് അപ്പോ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ കൺമുമ്പിൽ നടന്ന ഒരു സ്ഫോടന പരമ്പരയുടെ സുപ്രീം കോടതി തൂക്കിക്കൊന്ന കുറ്റവാളിയുടെ ഖബറിടം ഇത്ര ആഘോഷിക്കാനിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് വർഗീയമായിട്ട് മാറും. അപ്പോ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുന്ന സംവിധാനങ്ങൾ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നു. അത് രാഷ്ട്രീയത്തിലുണ്ട്, അത് മീഡിയയിലുണ്ട്, അത് സാംസ്കാരിക ബുദ്ധിജീവികളിലും കലാകാരന്മാരിലും സാഹിത്യകാരന്മാരിലും ഉണ്ട്, അത് ചരിത്രത്തിലുണ്ട്, അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ട്. സകല മേഖലകളിലും ഇത്രമാത്രം പിടിമുറുക്കിയ മറ്റൊരു രാജ്യം നമുക്ക് ലോകത്തൊരിടത്തും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് തീപ്പൊരി ഇട്ട് കൊടുത്താലും ആളിക്കത്തിക്കാൻ പറ്റും. അതിനുള്ള സഹായം പുറത്തുനിന്ന് വരണ്ട. പുറത്തുനിന്ന്, അത് ബംഗ്ലാദേശിൽ നിന്നാണെങ്കിലും മറ്റേത് രാജ്യത്തു നിന്നാണെങ്കിലും ഒരു ഇമെയിൽ ഇങ്ങോട്ട് അയച്ചാൽ ബാക്കി ഇന്ത്യക്കാർ കത്തിച്ചോളും. അത്രയും സംവിധാനങ്ങൾ ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നതാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള അവസ്ഥ. ഇവിടെ ഒരു ശുദ്ധീകരണം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദേശീയതയെ മതവുമായിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട് കലാപത്തിലേക്ക് നയിക്കാൻ ഈ പറഞ്ഞ പോലെ ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ മതി. ഖുർആൻ കത്തിച്ചു എന്ന് പറയുമ്പോഴേ അതിന്റെ മുൻപിൽ നോക്കാതെ ചാടിയിറങ്ങി ഭയങ്കരമായ കലാപത്തിന് തിരികൊളുത്തുമ്പോൾ എന്താണ്, ആരാണ് ഇതിന് പിന്നിൽ എന്ന ചിന്ത വരുന്നതിന് മുമ്പ് തന്നെ കത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ലോകത്തെ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുന്നു. അതാണ് ഭാരതം പ്രത്യേകമായി പരിശോധിക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതുമായിട്ടുള്ള കാര്യം. ഇത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ സ്കൂളിൽ മുതൽ കോളേജിൽ മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ ചരിത്രം പഠിക്കുമ്പോൾ ഈ പറയുന്ന വിദേശ അക്രമികളെയൊക്കെ മഹാന്മാരായിട്ട് തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. മഹാനായ അക്ബർ, മഹാനായ ഔറംഗസേബ് എല്ലാം മഹാനാണ്. ഭാരതത്തിൽ നമുക്ക് നമ്മളെ കീഴടക്കാൻ വന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ്. ഇതൊക്കെ ഇന്ത്യയിലല്ലേ നടക്കുള്ളൂ. ഏതെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തെ ഒരു പാഠപുസ്തകത്തിൽ
അവരെ ആക്രമിച്ച് കീഴടക്കിയ ചക്രവർത്തിമാരെയും അവരെ കൊള്ളയടിച്ചവരെയും അവരുടെ സംസ്കാരം തകർത്തവരെയും അവരുടെ ദേവാലയങ്ങൾ പൊളിച്ചവരെയും ഗ്രേറ്റ് എന്നും മഹാനെന്നും വിളിക്കുമെങ്കിൽ അത് ഇന്ത്യ അല്ലാതെ വേറെ ഒരു രാജ്യത്തും നടക്കില്ല. അതുകൊണ്ട് കാലഘട്ടങ്ങളായി നമ്മൾ പിന്തുടർന്ന് വന്നതായ ഒരു മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ നമ്മുടെ ഔദ്യോഗികമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള രാഷ്ട്രീയ സംവിധാനത്തിലും വരെ കടന്നുകൂടിയിരിക്കുന്നു. മീഡിയ അതിനെ അനുകൂലിക്കുന്നു. സത്യസന്ധമായിട്ടുള്ള ഒരു ചരിത്ര വായന, പുനർവായന എന്ന് ഞാൻ പറയുന്നില്ല, സത്യസന്ധമായ ഒരു ചരിത്ര വായന ഇനിയെങ്കിലും നമ്മൾ ആരംഭിക്കേണ്ടതില്ലേ? കാരണം വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ഡൽഹി പോകുന്നു, കുത്തബ്മിനാറിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ ഞാൻ കുത്തബ്മിനാറിന്റെ 360 ഫോട്ടോ എടുത്ത ആളാ. 27 ക്ഷേത്രങ്ങൾ തകർത്ത് ആ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയതാണ് കുത്തബ്മിനാർ എന്ന് കേട്ടുകൊണ്ടാണ് ഞാനിത് കാണാൻ പോകുന്നത്. സത്യമാണോ എന്നറിയാൻ ഞാൻ അതിന്റെ അടുത്ത് പോയി നിന്നപ്പോ ശരിയാണ്. ക്ഷേത്ര വിഗ്രഹങ്ങൾ, ക്ഷേത്രത്തിന്റെ തൂണുകളും തകർത്തിട്ടുണ്ടാക്കിയ ഗോപുരമാണത്. ഞാൻ 360 ഫോട്ടോയാണ് എടുത്തത്. അപ്പോ ഇതൊക്കെ സത്യമല്ലേ, നമ്മുടെ മുമ്പിൽ നിൽക്കല്ലേ? അപ്പൊ എന്റെ കൂടെ ഉള്ള ഒരാൾ എന്നോട് ചോദിച്ചു, നമുക്ക് ഇത് പൊളിച്ചു കളയണ്ട. ഞാൻ പറഞ്ഞു, പൊളിക്കരുത്, ഇത് ഇവിടെ തന്നെ നിൽക്കണം, ഇത് ഇവിടെ തന്നെ നിൽക്കണം. 27 ക്ഷേത്രത്തിന്റെ അവശിഷ്ട ഇതിൽ ഇപ്പോഴും ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമാണോ അല്ലയോ എന്നുള്ള ചിന്ത വളരെയേറെ സ്വാഗതാർഹമാണ്. ആ ചിന്ത വളരെ ആവശ്യമാണ്. ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് ആവശ്യമാണ്. പിന്നെ അത് ഞങ്ങളുടെ മതവികാരത്തിനെതിരാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഞങ്ങൾ കലാപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ആ കലാപകാരികളുടെ മുമ്പിൽ നമ്മൾ എന്തിനാണ് കീഴടങ്ങുന്നത്? അവരുടെ പക്കലുള്ള ന്യായം എന്താണ്? ഈ ന്യായം നമ്മൾ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ ബ്രിട്ടീഷുകാരെ ഓടിച്ച്? അവർ വന്നപ്പോ നമുക്ക് തപാൽ ഓഫീസ് തന്നു, അവർ വന്നപ്പോ നമുക്ക് റെയിൽവേ തന്നു, അവർ വന്നപ്പോ നമുക്ക് കോടതി തന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പുകഴ്ത്തുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച പല അധ്യാപകന്മാരും ബ്രിട്ടീഷുകാരെ പുകഴ്ത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഞാൻ സഹിച്ചിരുന്നിട്ടുണ്ട് ക്ലാസ്സിൽ. അവർ വന്നില്ലായിരുന്നു, നമ്മൾ ഒന്നും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്ന് പറയുന്ന ആ ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. അല്ല, ഇപ്പോഴും പറയുന്നവരുണ്ടല്ലോ, അല്ല ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് ഇതൊക്കെ, അങ്ങനെ പറയുന്നവരുണ്ടോ എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം എന്താ, ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യം എന്താ, ഇന്ത്യയുടെ സാമ്പത്തിക പാരമ്പര്യം എന്താ, ആഗോള വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം എന്താ എന്ന് തുടങ്ങി നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത ഇനിയും മറച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങൾ പുറത്തേക്ക് വരണ്ടേ? അങ്ങനെ വരണമെങ്കിൽ, ആത്മാഭിമാനമുള്ള ഒരു ജനത ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, ഈ ചരിത്രത്തിന്റെ സത്യസന്ധമായിട്ടുള്ള വശങ്ങളിലേക്ക് വെളിച്ചം വീശണമെങ്കിൽ ഇത്തരം ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ ട്രിവാൻഡ്രം മാറ്റി തിരുവനന്തപുരമാക്കിയതും കൊയിലോൺ മാറ്റി കൊല്ലമാക്കിയതും ഒക്കെ. അങ്ങനെ എല്ലാ രംഗത്തും നമ്മൾ ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ടാൽ മാത്രമേ സ്വാതന്ത്ര്യം പരിപൂർണമാകൂ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഒരു ജനത നടന്നെടുക്കുകയാണ്. അതിനെതിരായിട്ടുള്ള നീക്കങ്ങളെ കേവലം വർഗീയമായും ഖുറാൻ കത്തിക്കലായും ഒക്കെ തെറ്റായി ധരിപ്പിച്ചാൽ അതല്ല ശരി എന്ന് പറയാനുള്ള ആർജവം ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ മതവിഭാഗക്കാരനും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, ചരിത്രത്തിൻ്റെ പുനർവായന അനിവാര്യമാണ്. മാത്രമല്ല, ഈ സാംസ്കാരിക ദേശീയതയെ എന്തിനാണ് മതവുമായി കൂട്ടിക്കെട്ടുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, മറുപടി. അല്ല, ഇവിടെ ദേശീയതയെ മതവുമായിട്ട് കൂട്ടിക്കലർത്തുന്ന ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തുകൊണ്ടാണ് മഹാത്മജി രഘുപതി രാഘവ രാജാറാം പാടിയത്? കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കുന്നവർ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചാൽ പോരാൻ. അത് ഇന്ത്യയുടെ ഒരു സംസ്കാരവും ഇന്ത്യയുടെ മതവും അത് എന്താ പറഞ്ഞ ദേശീയതയുമായിട്ട് ഇഴകിച്ചേർന്ന് അതിനെ ഏറ്റവും ഫലപ്രദമായി ഇന്ത്യയിൽ വിനിയോഗിച്ച ആള് ആര് എന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധി തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഈ ആസേതു ഹിമാചലം സ്വാതന്ത്ര്യ സമരത്തെ പരിപോഷിപ്പിക്കും. മുമ്പ് സ്വാതന്ത്ര്യ സമരം ഉണ്ടായില്ല എന്നൊന്നും പറയുന്നില്ല. സ്വാതന്ത്ര്യ സമരങ്ങൾ പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ചിലത് സായുധ സമരമായിരുന്നു, ചിലത് ഒളിപ്പോരുകളായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു നിയതിത രൂപത്തിലേക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ കൊണ്ടുവന്നത് ഇന്ത്യയുടെ ദേശീയതയെ മതവുമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. അത് ജയസൂര്യ വക്കീലിനും ആ കാര്യത്തിൽ തർക്കമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ഇപ്പോ ദേശീയതയെ വല്ലാത്ത രീതിയിൽ മതവുമായിട്ട് അങ്ങ് കൂട്ടിക്കലർത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഞാൻ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോടൊക്കെ യോജിക്കുമ്പോഴും ചില കാര്യങ്ങളോടും വല്ലാതെ ഞാൻ വിയോജിക്കുന്നു. കാരണം ഏതാണ്ട് 6 നൂറ്റാണ്ട് കാലം
ഇന്ത്യ ഭരിച്ച മുഗൾ സാമ്രാജ്യം, അത് വെദർ ദേ ആർ റൈറ്റ് ഓർ റോങ്, അവർ അധിനിവേശക്കാരാണോ ഇൻവേഡേഴ്സ് ആണോ അതൊക്കെ പിന്നീടുള്ള കാര്യം. പക്ഷേ അവര് വളരെ ദീർഘകാലം ഇന്ത്യയുടെ ഭരണം നടത്തിയ ഭരണാധികാരികൾ, ആ ഭരണാധികാരികളുടെ നിർമ്മിതികൾ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, എന്താ പറയുക, തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രത്തെ തിരുവനന്തപുരവും കൊയിലോണിനെ കൊല്ലവും ഒക്കെ ആക്കി. പക്ഷേ ഇപ്പോഴും പാർലമെന്റും പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മാറ്റാൻ പറ്റാത്ത ചിലതുണ്ട്. മുഗൾ ഗാർഡന്റെ പേര് നമുക്ക് മാറ്റാൻ പറ്റുമോ? കുത്തബ് മിനാറിന്റെ പേര് നമുക്ക് മാറ്റാൻ പറ്റുമോ? താജ്മഹലിന്റെ പേര് നമുക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റാം. അതൊക്കെ ഒരു ദേശീയ, എന്താ പറഞ്ഞ, ഒരു കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ദേശീയതയുടെ പേരിൽ ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ അതിനെല്ലാം ഉപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതത്തിന്റെ പേരിൽ ഒരുപാട് രക്തം ചൊരിഞ്ഞ ഒരു നാടാണ് നമ്മുടേത്. ഇനി നമ്മൾ പിന്നോട്ടല്ല പോകേണ്ടത്, നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. ആ മുന്നോട്ട് പോകിൽ ഈ കൃത്രിമമായിട്ടുള്ള ഇങ്ങനെയുള്ള ചില, എന്താ പറഞ്ഞ, രാജ്യത്തിന്റെ അല്ലെങ്കിൽ ദേശസ്നേഹത്തെ മതവുമായിട്ട് കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഈ പ്രചരണങ്ങൾ. ഞാനിപ്പം RSSന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗപ്പൂർ തകർക്കാനായി വിദേശ ശക്തികൾ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി അവരെ തകർക്കുക എന്നുള്ളത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. കാരണം കഴിഞ്ഞ 11 കൊല്ലമായി രാജ്യം ഭരിച്ചു, അല്ലെങ്കിൽ 10 കൊല്ലത്തിലേറെയായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഈ ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അയൽ രാജ്യങ്ങളിൽ അധിനിവേശക്കാർ കടന്നു വന്ന് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയതയും അല്ലെങ്കിൽ RSSന്റെ ആസ്ഥാനം ഇരിക്കുന്ന പ്രദേശത്തെയൊക്കെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ഇപ്പൊ 97 എന്താ പറയുക IP ലിങ്കുകൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ടെത്തി നശിപ്പിക്കേണ്ടത് അത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു ചോദ്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഈ 3 പാനലിസ്റ്റുകളും വളരെ സമാധാനകാംക്ഷികളാണ്. ഞാൻ RV ബാബുവിനെ പോലെ ആരെങ്കിലും, RV ബാബു എന്ന വ്യക്തിയല്ല ഞാൻ പറഞ്ഞത്, കാരണം അദ്ദേഹം വളരെ എന്താ പറഞ്ഞ ഈ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ മതപരമായ കാര്യങ്ങൾ കുറച്ചുകൂടെ തീക്ഷ്ണമായിട്ട് സംസാരിക്കുന്ന ആളുകൾ, വളരെ ശാന്തമായിട്ടാണ് 3 ആളുകളും പറഞ്ഞത്. അപ്പൊ എൻ്റെ വിനീതമായ ഒരു ചോദ്യം, ഒരു 6 നൂറ്റാണ്ട് കാലത്തെ ഇന്ത്യയുടെ ചരിത്രത്തെ നിയന്ത്രിച്ചവർ, തെറ്റോ ശരിയോ ആകട്ടെ, അവരുടെ ചരിത്രം, ആ ചരിത്രത്തെ സത്യസന്ധമായി അനാവരണം ചെയ്യപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവരുടെ ടോംബ്, അതല്ലെങ്കിൽ ബലികുടീരം നമ്മുടെ രാജ്യത്ത് വേണ്ട, അതൊക്കെ അറബിക്കടലിലേക്ക് നമ്മൾ വലിച്ചെറിയണം അല്ലെങ്കിൽ മാറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതാണോ അതോ ഇന്ത്യയെ പിന്നോട്ട് നയിക്കുന്നതാണോ? ഞാൻ പറയുന്നു നാഗപ്പൂരിലെ കലാപത്തിന്റെ ഒരു അടിസ്ഥാന കാരണം നാഗപ്പൂരിനെ കുറിച്ച് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചാണ്. നാഗപ്പൂരിന്റെ ഒരു പ്രത്യേകത, കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം RSSന്റെ ആസ്ഥാനം ഇരിക്കുന്നുവെങ്കിലും വർഷങ്ങളായി, ഈ കഴിഞ്ഞ ടൈമിൽ, ഈ ടൈമിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല, പോലും അവിടുത്തെ നാഗപ്പൂർ ഈ നഗരസഭ കോർപ്പറേഷൻ കോൺഗ്രസിന്റെ ഭരണത്തിലായിരുന്നു. ഞങ്ങളുടെ നാനാ പട്ടാളെ എന്ന് പറയുന്ന PCCയുടെ അധ്യക്ഷൻ അവിടെ നിന്നാണ്. അപ്പോ പല തെരഞ്ഞെടുപ്പുകൾ അതിനോട് ചേർന്നുള്ള വിദർഭ പ്രദേശങ്ങൾ, അവിടെ ശരത് പവാറിന്റെ പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണ്. ഞങ്ങൾക്കും BJP ഇവരെയൊക്കെ കയറൂരി വിട്ടിരിക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ പറഞ്ഞത് അപ്പോ അങ്ങനെ വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ ശക്തിയുള്ള ഒരു സ്ഥലം, മുമ്പ് നടന്ന കലാപങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായി, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ സമാധാനപരമായി കൃഷിക്കാരും ഇടത്തരക്കാരും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഇനി ഇങ്ങനെ ഒരു ഉദ്ദേശത്തിൽ അവിടെ കലാപം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കോ നമ്പ്യാർക്കോ ജയസൂര്യക്കോ മോഹൻ വർഗീസ് സാറിനോ ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അത് പറയാൻ കഴിയുന്ന ആരാ? അന്വേഷണ ഏജൻസികളാണ്. പ്രത്യേകിച്ച് ദേവേന്ദ്ര ഫട്നാവിസിനെ പോലൊരു മുഖ്യമന്ത്രിയും അദ്ദേഹം ഭരിക്കുന്ന ഒരു നാട്ടിൽ, അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന ഒരു നാട്ടിൽ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി ഗഡ്കരിയെ പോലുള്ള ആള് പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളുടെ പ്രേരണയാൽ കലാപം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് നിശ്ചയമായും അതിന്റെ വേരുകൾ കണ്ടെത്തി അത് നശിപ്പിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പിന് ആവശ്യമാണ്. മറിച്ച് ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയാണ്. ഇനിയും എന്താ പറഞ്ഞ ഔറംഗസീബിന്റെ ശവകുടീരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അതല്ല എങ്കിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ആക്രമണത്തെയോ അധിനിവേശത്തെയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കലാപത്തിലേക്ക് പോകേണ്ട, അക്രമത്തിലേക്ക് പോകേണ്ട ഒരു നാടാണോ നമ്മുടെ നാട്? നമുക്ക് എന്താ പറഞ്ഞ ലോകത്തെ 3ാമത്തെ ഇക്കോണമിയും 5 ട്രില്യണിലോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ പോകേണ്ട ഒരു ഘട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. 62-ലെ യുദ്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ ഒരു ചരിത്ര ഗവേഷകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതൊരുപക്ഷെ മോഹൻ വർഗീസ് സാറിന് എന്നെക്കാൾ കൂടുതൽ അറിയാം. അന്ന് നമ്മൾ ചൈനയുമായിട്ട് വലിയ കാര്യമായി അതിർത്തി തർക്കമൊന്നുമില്ല. കാരണം ചൈനയും നമ്മളും തമ്മിൽ അതിർത്തി തർക്കം വരേണ്ട ഒരു കാര്യമില്ല. ഹിമാലയം അവിടെ നിൽക്കുക. എന്തിനാ ചൈന നമ്മളെ അധിനിവേശം ഉണ്ടാക്കിയത്? 1, 2, 3 പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യക്കുണ്ടായ ഒരു വളർച്ച, സോഷ്യലിസം നടപ്പാക്കിയ, കമ്മ്യൂണിസം നടപ്പാക്കിയ ചൈനക്കാരന് സ്വപ്നം കാണാവുന്നതിൽ അപ്പുറത്തേക്കുള്ള ഒരു വികസനമാണ് ഇന്ത്യക്കുണ്ടായത്.
അത് മുന്നോട്ട് പോയാൽ ചൈനയിലെ കമ്മ്യൂണിസം ചിലപ്പോൾ ജനങ്ങൾ തിരസ്കരിക്കപ്പെടുമോ എന്നുള്ളത് പോലും അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് അന്ന് ചൗവൻലായിയും അതുപോലെ തന്നെ മാവോ സേതുങ്ങും ഒക്കെ ചേർന്ന് ഇന്ത്യയെ വെറുതെ ആക്രമിക്കുക. അല്ലാതെ അവിടെ കാര്യമായ ഒരു അതിർത്തി പ്രദേശ തർക്കമോ ഇതൊന്നുമില്ല. ഈ രാജ്യത്തിന്റെ അന്നത്തെ വളർച്ചയെ കണ്ട് അസൂയ പൂണ്ടവരാണ് അന്ന് ഈ രാജ്യത്തെ തകർക്കാനുള്ള ഏറ്റവും നല്ല നടപടി ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുക എന്നുള്ളത്. നമ്മുടെ പഞ്ചവത്സര പദ്ധതികളും ഒക്കെ തകിടം മറിഞ്ഞ് ഇന്ത്യയുടെ വികസനം പോലും വർഷങ്ങളോളം മുരടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോ എല്ലാ കാലഘട്ടത്തിലും ലോകത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വികസിത രാഷ്ട്രങ്ങളിൽ ഈ രീതിയിൽ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾ പല ഘട്ടത്തിലും പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒന്നാണ് എങ്കിൽ നിശ്ചയമായും അതിൽ എക്സ് ആണെങ്കിലും വൈ ആണെങ്കിലും ആരാണെങ്കിലും ഇത് തുറന്ന് കാണിച്ചുകൊണ്ട്, പക്ഷേ അല്ല, അത്തരം ശക്തികൾക്ക് അകത്ത് നിന്ന് തന്നെ പിന്തുണ ലഭിക്കുന്നുണ്ട്. അത്തരം ശക്തികൾ, അതായത് അകത്തുള്ള ശക്തികൾ, അവരെ തള്ളിപ്പറയേണ്ടവർ തള്ളിപ്പറയുകയും ചെയ്യുന്നില്ല. അല്ല, അത് ഏത് കലാപകാരി ആരാണ് തള്ളി പറയാത്തത്? എല്ലാ കലാപകാരികളെയും ആളുകൾ തള്ളി. അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ നാഗ്പൂർ കലാപത്തിന് പിന്നിലുള്ളവരെ കോൺഗ്രസ് തള്ളി പറഞ്ഞോ? ഞാൻ എവിടെയും രാഹുലിന്റെ പ്രസ്താവന ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇന്നലെയും മിനിഞ്ഞാന്നും അതാണ് പ്രശ്നം. അഡ്വക്കേറ്റ് സേനാപതി വേണു, അതാണ് പ്രശ്നം. ഇത്തരം ശക്തികളെ ഇരുട്ടിന്റെ ശക്തികളെ തള്ളിപ്പറയേണ്ടവർ തള്ളിപ്പറയുന്നില്ല, പകരം അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള ഈ പ്രീണനം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത്. രാജ്യത്തിന്റെ പുരോഗതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇപ്പോൾ അത് BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, മറ്റ് ഇടതുപക്ഷ പാർട്ടികളാവട്ടെ, രാജ്യത്തിന്റെ പുരോഗതിയാണ് ആത്യന്തിക ലക്ഷ്യമെങ്കിൽ നമ്മൾ ഇവരെയൊക്കെ തള്ളിപ്പറയണം. അതായത് രാജ്യം നശിച്ചു കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് വൈദേശിക ശക്തികളുടെ നിർലോഭമായിട്ടുള്ള സഹായവും ലഭിക്കുന്നു, അല്ലേ? അതറിയാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ അത്തരക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം എന്തിനാണ്? വോട്ട് ബാങ്ക് മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രീണനം, അതാണ് അവസാനിപ്പിക്കേണ്ടത്. അല്ല, ആരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് എൽ നമ്പ്യാരെ. ആരെയെങ്കിലും അങ്ങനെ വിഘടനവാദവും അല്ലെങ്കിൽ കലാപവും ഉയർത്തുന്നവരെ ആരെയെങ്കിലും ചേർത്ത് പിടിക്കുന്നുണ്ടോ? അങ്ങനെ ഒരാളും ചേർത്ത് പിടിക്കുന്നില്ല. അതൊക്കെ ഓരോ നറേറ്റീവാണ്. നോക്ക്, ഈ ഔറംഗസീബിന്റെ ആരാധകർ ഇപ്പോഴും ഈ കൊച്ചു കേരളത്തിൽ പോലും ഉണ്ട്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ, യാക്കൂബ് മേമന് പോലും സ്മൃതി കുടീരം, ആ സ്മൃതി കുടീരത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. അല്ല, അത് അഫ്സൽ ഗുരുവിന്റെ തൂക്കിലേറ്റൽ പോലും തെറ്റാണ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗം. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ, ഇപ്പോ അനിൽ നമ്പ്യാരോട് തൊടുത്തുവിട്ടിരിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് അത് തികച്ചും അനാവശ്യമായ ഒരു കാര്യവും, അങ്ങനെ ഒരു കാര്യം ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി തള്ളി പറഞ്ഞോ, പ്രിയങ്ക ഗാന്ധി തള്ളി പറഞ്ഞോ എന്നുള്ളതല്ല. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ശക്തികളെ ഇന്ത്യയിലെ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പോലുള്ള ഒരു മാധ്യമപ്രവർത്തകർ നോക്കുന്ന ആദ്യം ഇതാണ്. കാരണം വലിയൊരു കലാപം, അത് പക്ഷേ അത് അടിച്ചൊതുക്കാൻ സാധിച്ചു, ഫട്നവിസ് സർക്കാരിന് സാധിച്ചു, പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടു. പക്ഷേ ഈ കലാപത്തിന് പിന്നിൽ ഇങ്ങനെ ബംഗ്ലാദേശ് ആണ് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും മൗനി ബാബകളായിട്ട് ഇരിക്കുന്നവർ ഉണ്ട്. അതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത്? അത് മാത്രം പറഞ്ഞാൽ മതി. രാജ്യത്തോട് സ്നേഹമുള്ളവർ, കൂറുള്ളവരാണെങ്കിൽ ഇങ്ങനെ മൗനം പാലിക്കുവോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ചത്തത്. അല്ല, നിങ്ങൾ ആരെയൊക്കെ ഭയക്കുന്നുണ്ട്? നിങ്ങളുടെ പാർട്ടി ഞങ്ങൾ ആരെ ഭയക്കണമെന്നേ? ഞങ്ങൾ ആരെ ഭയക്കണ്ടേ? 60 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ചവര്, 63 കൊല്ലക്കാലം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഞങ്ങൾ ആരെയാണ് ഭയക്കേണ്ടത്? ഞങ്ങൾ ആരെയെങ്കിലും ഭയക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഒരാളെയും ഭയക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങൾ ഭയക്കുന്നതല്ല, ഞങ്ങൾ എതിർക്കുന്നത് കൃത്രിമമായിട്ടുള്ള ഒരു എന്താ പറഞ്ഞേ, ഒരു ദേശാഭിമാനം അത് സൃഷ്ടിച്ചു. അത് മതത്തിന്റെ മറവിൽ സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്നവർ, അതാരാണെങ്കിലും ശരി, അവർക്കെതിരെ ആയിരിക്കും ഞങ്ങളുടെ. അല്ല, അവിടെയാണ് നിങ്ങൾ പ്രശ്നങ്ങളെ ലാഘവത്തോടെ കാണുന്നത്. നോക്കൂ, ഇപ്പോ ആഗോള തീവ്രവാദം, അതിൻ്റെ അപ്പോസ്തലന്മാർ ആരാ? അഡ്വക്കേറ്റ് സേനാപതി വേണു? ലോകത്ത് എവിടെയും നാശം വിതക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലേ? അത് നമ്മൾ മനസ്സിലാക്കിയതല്ലേ? മനസ്സിലാക്കിയതല്ലേ നമ്മൾ? അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? അത്തരം തീവ്രവാദികൾ, മതമൗലികവാദികൾ
ഇതുപോലുള്ള സംഭവങ്ങൾക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കലാപങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ നിങ്ങൾ എങ്ങനെ താരതമ്യം ചെയ്യുന്നത്? അവിടെയാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു എല്ലാ ഡിബേറ്റുകളിലും ആവർത്തിക്കുന്ന പോലെ പറഞ്ഞു, രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയാണല്ലോ ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദി കിണഞ്ഞ് പരിശ്രമിക്കുന്നതാണല്ലോ നിങ്ങളുടെ ആക്ഷേപം. അപ്പോൾ നിങ്ങൾ താരതമ്യം ചെയ്യുകയാണ്, അതായത് ഇത്രയും വലിയ ഒരു തീവ്രവാദത്തെ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് രാജ്യം ഭരിക്കുന്നവർ അവർ ഏത് പ്രസ്ഥാനത്തിലാണോ അടിയുറച്ച് വിശ്വസിക്കുന്നത് ആ പ്രസ്ഥാനത്തെ ഇകഴ്ത്തിക്കാണിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു താരതമ്യം, എന്തിനാണ് അങ്ങനെ ഒരു കമ്പാരിസണിന് പോകുന്നത്? അല്ല, നമ്പ്യാർ പറഞ്ഞത് ഒരു പ്രത്യേക മതത്തെ ഉദ്ദേശിച്ചുകൊണ്ട്. ഞാൻ പറയുന്നു, ആ മതത്തിൽ മാത്രമുള്ള ആളുകൾ ജീവിക്കുന്ന ലോകത്തിലെ പല രാഷ്ട്രങ്ങളും എത്രയോ സമാധാനപരമായിട്ട് ജീവിക്കുന്നു. അവിടെ ചെന്ന് തൊഴിലെടുക്കുന്നതിന് അന്യരാജ്യത്തു നിന്നുള്ള ആളുകൾക്ക് വിലക്കുകൾ ആ വിഭാഗത്തിലുള്ളവരെ തന്നെ കൊന്നൊടുക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ഞാൻ ചോദിക്കുന്നത്, എവിടെയെങ്കിലും ആരെയെങ്കിലും കൊന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ പെട്ടെന്നുള്ള നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻ ഇവിടെ വേണമെന്നാണോ നമ്മൾ പറയുന്നത്? പിന്നെ നമ്മൾ എന്തിനാ ജയസൂര്യ സാറോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ. നമ്മുടെ ഒരു മതേതര പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊണ്ട ഒരു ചരിത്രമല്ലേ? അതല്ല അവിടെ എന്തെങ്കിലും സംഭവിച്ചു, ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു എന്നതുകൊണ്ട് അതിനെ നമ്മൾ റിയാക്ട് ചെയ്യാണോ നമ്മൾ ചെയ്യേണ്ടത്? പക്ഷേ ആത്യന്തികമായി രാജ്യത്തോട് കൂറ് വേണം, രാജ്യത്തോട് സ്നേഹം വേണം. അല്ലാതെ ചോറ് ഇവിടെയും കൂറ് അവിടെയും ആവരുത്. അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ല നമ്പ്യാരെ, ഒരാളുടെയും അനുഭവങ്ങളുണ്ടല്ലോ അഡ്വക്കേറ്റ് സേനാപതി വേണു, അനുഭവങ്ങളുണ്ടല്ലോ. ആ അനുഭവങ്ങൾ മുൻനിർത്തി തന്നെയാണ് പറയുന്നത്. രാജ്യസ്നേഹത്തെയോ രാജ്യത്തിന്റെ കൂറോ അളക്കുന്നതിന് അതിന് നമ്മൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് ഓരോരുത്തരുടെ ഒരു പ്രത്യേക വിഭാഗത്തെ മൊത്തം കുറ്റപ്പെടുത്തൊന്നുമില്ല. ദേശസ്നേഹികളുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നേ, ഇതൊക്കെ നമുക്കിഷ്ടമില്ലാത്തവരെ നമ്മൾ ചില ബാരോമീറ്ററിൽ വെച്ചുകൊണ്ട് അളക്കുന്നു. നമുക്കിഷ്ടമില്ലാത്തവരെ ഒരിക്കലല്ല. അത് സേനാപതി വേണുവിന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഞാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഈ രാജ്യത്ത് ശാശ്വതമായ സമാധാനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ സമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുന്നവർ ആരാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു വിഭാഗത്തെ മുഴുവൻ കടന്നാക്രമിക്കുന്നില്ല. ആ വിഭാഗത്തിലെ ഒരു വളരെ ചുരുക്കം ചില ആളുകൾ നേതൃത്വം നൽകുന്നു. അവരെയാണ് നമ്മൾ മത തീവ്രവാദികൾ എന്ന് പറയുന്നത്, അല്ലേ? അത്തരം മത തീവ്രവാദികൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ താരതമ്യം വരുന്നു. എന്തിനാണ് അങ്ങനെ ഒരു താരതമ്യത്തിന് പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ ആരാണ് കലാപം അഴിച്ചുവിടുന്നവർ? അപ്പം അതുകൊണ്ട് തന്നെയല്ലേ ഈ വിഷയത്തിലും കോൺഗ്രസ് മൗനം പാലിക്കുന്നത്? അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ എന്താ നാഗ്പൂർ കലാപത്തിന് നേതൃത്വം നൽകിയത്? ഇപ്പോൾ അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞു, MDP എന്ന് പറയുന്നൊരു ചെറിയ പാർട്ടിയാണ്, നമ്മൾ ആരും കേട്ടിട്ടില്ല. മോഹൻ വർഗീസ് സാറ് പോലും കേട്ടിട്ടില്ല. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്, കേട്ടിട്ടില്ല. എന്തുകൊണ്ട് ഈ MDP ചെയ്തത് പോലും നിങ്ങൾ എന്തുകൊണ്ട് അപലപിക്കുന്നില്ല? എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? ഈ ഒരു ഈർക്കൽ പാർട്ടിയെ പോലും പേടിക്കുന്നു കോൺഗ്രസ്. ഇതാര് അപലപിച്ചില്ല അല്ലെങ്കിൽ ആര് അപലപിച്ചു എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ ഒരു വിഷയം. ഇവിടെ 1000 ആളുകൾ 1000 ആളുകൾ ഇറങ്ങി, 1000 ആളുകൾ ഇറങ്ങി, ഇല്ലെങ്കിൽ 500 പേര്. ആദ്യം വന്നത് 40 പേരെന്നാണ്, പിന്നെ 60 എന്ന് കേട്ടു, പിന്നെ അതിനുശേഷം 500 ആളുകൾ ഇയാള്. അപ്പം 500 ആളുകളെ സംഘടിപ്പിക്കാനൊക്കെ ശേഷിയുള്ളവര് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പേരുണ്ട്. അവരിറങ്ങി ഇപ്പൊ ആയുധവുമായിട്ട് ഒരിടത്ത് കലാപം തുടങ്ങുകയാണെങ്കിൽ അത് ഭരണകൂടം അടിച്ചമർത്തണം, പോലീസ് അടിച്ചമർത്തണം. അത് പോലീസ് അടിച്ചമർത്തിയതിനു ശേഷം ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തണം. വരും ദിവസങ്ങൾ എന്തായാലും NIA അന്വേഷിക്കും. തീർച്ചയായിട്ടും കണ്ടെത്തണമല്ലോ. ബംഗ്ലാദേശിന്റെ പിന്തുണ ലഭിച്ചു. ഈ MDP എന്ന് പറയുന്ന ഈ ഈർക്കിൽ പാർട്ടിക്ക് പിന്തുണ ലഭിച്ചു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിട്ട് എടുക്കില്ല ഇവിടുത്തെ ദേശീയ അന്വേഷണ ഏജൻസികൾ. എന്തായാലും സമഗ്രമായിട്ടുള്ള സജീവമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും. ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. ഇതിന് MDPയുടേതല്ലാതെ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് മറ്റാരുടെയൊക്കെ സപ്പോർട്ട് കിട്ടി എന്നുകൂടി അന്വേഷണ വിധേയമാക്കണം. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു മതം പ്രതിക്കൂട്ടിലാകുമോ എന്ന് ഭയന്ന് ആഗോള തീവ്രവാദത്തെ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന ഒരു സമീപനം നമ്മുടെ രാജ്യത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നില്ലേ? അതല്ലേ നമ്മൾ ആദ്യം എടുത്തു മാറ്റേണ്ടത്? ഞാൻ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് രാജ്യത്തെ
പ്രതിപക്ഷ പാർട്ടി, ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി ഈ നിമിഷം വരെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ഇപ്പോൾ എന്തിനും കയറി അപലപിക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. പക്ഷേ എങ്കിലും നോക്കൂ, ഇത് നാഗ്പൂർ പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കലാപം നടക്കുന്നു. അത് പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അത് അങ്ങോട്ടേക്ക് വ്യാപിക്കുന്നില്ല, അതിനെ അടിച്ചമർത്താൻ സാധിച്ചു. ഇന്നിപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് ബംഗ്ലാദേശ് അവിടെ നിന്നാണ് ചിലരൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്തതെന്നുള്ളതാണ്. എന്നിട്ട് പോലും കോൺഗ്രസ് പോലൊരു പാർട്ടി പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു പാർട്ടി എപ്പോഴാണ് പ്രതികരിക്കേണ്ടത് എന്ന ഒരു തീരുമാനം എടുക്കേണ്ടത് ആ പാർട്ടിയുടെ അകത്തളങ്ങളിലുള്ള ആളുകൾ തന്നെയാണ്. തീർച്ചയായും ഈ വരുന്ന വിവരങ്ങൾ, ഇതിനകത്ത് വരുന്ന ഈ ഇപ്പോൾ വളരെ വൈകിയാണ് ബംഗ്ലാദേശ് ബന്ധം, നാഗ്പൂർ കലാപം ഉണ്ടായതായിട്ട് നമുക്ക് 2-3 ദിവസമായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ആളുകൾക്ക് അറിവുള്ളതുമാണ്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഒരു ഊഹമുണ്ട്. പക്ഷേ അതിൽ ബംഗ്ലാദേശ് ബന്ധം എന്നത് യഥാർത്ഥത്തിൽ ഇതിന് മറ്റൊരു ഡയമെൻഷൻ നൽകുകയാണ്. അപ്പോൾ ആഗോള ഭീകരതയുടെ ഇരയാകുന്നു ഭാരതം ഒരിക്കൽ കൂടി. കാരണം ആഗോള ഭീകരതയുടെ ഇരയാണ് പല കാര്യങ്ങളും. ബോംബെ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ളത് എല്ലാം പാകിസ്ഥാനിലെ ഒരാൾ നടത്തിയ ആക്രമണമല്ല, അതിന് പിന്നിലൊക്കെ വലിയ ചിന്തകളുണ്ട്. അപ്പോൾ ഇവിടെ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താനായി രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ഭരണപക്ഷത്തിൻ്റെ മാത്രം ഒരു പ്രതിരോധമല്ല വരേണ്ടത്. ഈ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ, ആഗോള വിഷയങ്ങളിൽ, ഈ ആഗോള ഭീകരതയുടെ വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ സ്വരത്തിലാണ് സംസാരിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ശശി തരൂർ പോഡ്കാസ്റ്റ് വലിയ വിവാദമായല്ലോ. യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ വിദേശ നയം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ വിദേശ നയമാണ്. ആരാണോ പ്രധാനമന്ത്രി, ആരാണോ അപ്പോഴത്തെ വിദേശകാര്യ മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് സ്വാഭാവികമായി ആ വിദേശ നയത്തിന് നന്മകളുണ്ടെങ്കിൽ തിന്മകളുണ്ടെങ്കിലും ആ പേര് ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. ആ സെൻസിൽ തന്നെയാണ് ഭാരതം എടുത്ത നിലപാടുകളുടെ ഒരു അംഗീകാരം ഉക്രൈനും റഷ്യയും പറഞ്ഞു എന്നതാണ് ശശി തരൂർ പറഞ്ഞു വെച്ചത്. അത് വളരെ വലിയ വിവാദമായി നമ്മൾ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ദേശീയ സുരക്ഷയുടെ കാര്യത്തിലും വിദേശ നയത്തിൻ്റെ കാര്യത്തിലും 2 അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. ഇതൊരു പ്രിൻസിപ്പിളാണ്, ഒരു തത്വമാണ്, ജനാധിപത്യ വ്യവസ്ഥിതിയിലെ തത്വമാണ്. ആഭ്യന്തര നിലപാടുകളിൽ കടിച്ചു കീറാം. സാമ്പത്തിക രംഗത്തോടുള്ള സമീപനത്തിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ അതിശക്തമായിട്ട് വിമർശിക്കാം. പക്ഷേ ദേശീയ സുരക്ഷ അസ്ഥിരപ്പെടുന്നു എങ്കിൽ, ദേശീയ സുരക്ഷയ്ക്ക് അപകടം സംഭവിക്കുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് അത് വെളിയിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങളാകാം, ആഭ്യന്തരമായി ഉള്ള സംഘർഷങ്ങളാകാം, അതിന് വെളിയിൽ നിന്നുള്ള കരങ്ങളുടെ സഹായമുണ്ടാകാം. അങ്ങനെയുള്ള കാര്യത്തിൽ വ്യക്തമായ സ്ഥിരീകരിക്കത്തക്ക സൂചനകൾ ലഭിക്കുന്നു എങ്കിൽ ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ചുമതല എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഭരണകക്ഷി അല്ലെങ്കിൽ ഭരണപക്ഷം എന്നുള്ളതല്ല. നമ്മുടെ രാജ്യം, നമ്മുടെ സർക്കാർ ചെയ്യുന്ന ഈ ഒരു വിഘടനവാദത്തെ, തീവ്രവാദത്തെ അടിച്ചമർത്താനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പൂർണ്ണ പിന്തുണ കൊടുക്കുക എന്നത് മാത്രമാണ്. എന്നാൽ അതിൽ പോരായ്മകളുണ്ടായെങ്കിൽ കോൺഗ്രസിന് വിമർശിക്കാം. അത് ഞാൻ പറയാം. എങ്ങനെ ഇവിടെ പറഞ്ഞിരുന്നത് തെളിച്ച് പറയാമല്ലോ. പ്രതിപക്ഷം എന്നുള്ളതല്ലോ, ശ്രീ സേനാപതി വേണുവിൻ്റെ പാർട്ടി തന്നെയാണല്ലോ കോൺഗ്രസ് വിമർശിക്കാം. എങ്ങനെയാണ്? ഒന്ന്, മഹാരാഷ്ട്ര പോലീസിൻ്റെ രഹസ്യ അന്വേഷണ സംവിധാനം അതെങ്ങനെ പരാജയപ്പെട്ടു? ഇങ്ങനെ ഒരു കലാപം ഉരുത്തിരിഞ്ഞു വരുന്നുവെങ്കിൽ അത് അറിയാനുള്ള ഒരു ചുമതല അല്ലെങ്കിൽ അറിയാനുള്ള ഒരു സംവിധാനം എന്തുകൊണ്ട് ഇല്ലാതെ പോയി? തീർച്ചയായും വിമർശിക്കാം. ആ ഒരു ഭാഗത്ത് വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായാം. അങ്ങനെ ഒരു വിമർശനം ഉണ്ടായോ എന്ന് ഞാൻ കേട്ടില്ല, ഒരുപക്ഷെ ഞാൻ കേൾക്കാത്തത് കൊണ്ടായിരിക്കാം. 2, പോലീസിന് മുൻകൂർ ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന ഒരു നിഗമനം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്ഥിരീകരിക്കപ്പെട്ടൊരു കാര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് വഷളാകുന്നത് വരെ കാത്തുനിന്നു? അതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ? ഇവിടെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാകുന്നത് ഏതെങ്കിലും പാർട്ടിക്ക് ബെനിഫിഷ്യൽ ആകുമെന്ന് സ്റ്റേറ്റ് പോലീസിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നോ? സ്റ്റേറ്റ് പോലീസും സ്റ്റേറ്റ് ഭരണകക്ഷിയും തമ്മിൽ കൊളാബറേഷനിലായിരുന്നോ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തീർച്ചയായും കോൺഗ്രസിന് അവിടെ ഉന്നയിക്കാം. പോലീസിനെതിരെ അവിടെ വിമർശനം ഉന്നയിക്കാം. അപ്പോഴും അതിലൊരു സദ്ബുദ്ധി ഉണ്ടാകണം. യഥാർത്ഥത്തിൽ ആക്രമത്തെ തള്ളിപ്പറയുന്നു, ആക്രമം അടിച്ചമർത്താൻ പോലീസ് അമാന്തം കാട്ടി, ആക്രമം മുൻകൂട്ടി തടയുന്നതിന് പരാജയപ്പെട്ടു. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ക്രിയാത്മകമായ വിമർശനങ്ങളാണ്. അത് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമായ കാര്യവുമാണ്. അത് വന്നിട്ടുള്ളത് ഞാൻ കണ്ടില്ല കാര്യമായി.
എന്നാൽ ഇനിയുള്ള കാര്യമെന്ന് പറയുന്നത് കുറച്ചുകൂടെ വിശാലമായ അർത്ഥമാണ്. ഇതൊരു വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ആയിട്ട് ഇതിനെ തുച്ഛീകരിക്കരുത്. ദേശീയ സുരക്ഷയുടെ വിഷയമാണ്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ വോട്ട് ബാങ്കായിട്ട് കണ്ടുകൊണ്ട്, അത് ഭൂരിപക്ഷ സമുദായമാകട്ടെ ന്യൂനപക്ഷ സമുദായമാകട്ടെ ഒരു പ്രത്യേക പ്രദേശത്തെ ചില കമ്മ്യൂണിറ്റീസ് ആകട്ടെ, അതിനെ പെർമനൻ്റായ വോട്ട് ബാങ്കായി കാണുന്നിടത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പതനം. ഇത് വെളിയിലുള്ള ശക്തികൾക്കറിയാം, വ്യക്തമായിട്ടറിയാം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ ഭരണപക്ഷഭേദമന്യേ രാഷ്ട്രീയ കക്ഷികളുടെ ചിന്ത എന്ന് പറയുന്നത് പരമാവധി ഈ വർഗീയ പോളറൈസേഷനിലൂടെ നേട്ടമുണ്ടാക്കുക എന്നതാണ്. അത് പൊളിറ്റിസൈസേഷൻ ഓഫ് റിലിജ്യൻ ആൻഡ് കമ്മ്യൂണലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, ഇതിൻ്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയ പരിഗണനകളാകുമ്പോൾ യഥാർത്ഥത്തിൽ രാജ്യം ശിഥിലീകരിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യം ഈ പുതിയ പുനഃക്രമീകരിക്കപ്പെടുന്ന ലോകക്രമത്തിൽ നിർണായകമായൊരു സ്ഥാനത്തിലേക്ക് വരികയാണ് നമ്മുടെ രാജ്യം. ചരിത്രത്തിൽ ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത അത്രത്തോളം പ്രാധാന്യമുണ്ടാകുന്നു. നമ്മുടെ 47 നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ വാക്കുകൾ നെഹ്റു എന്ന വ്യക്തി, തീർച്ചയായും നമ്മുടെ പ്രധാനമന്ത്രി, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എന്ന് ഞാൻ പറയും. നെഹ്റു എന്ന വ്യക്തി ഭാരതത്തെക്കാൾ വലിയ ഉയരത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ നിറഞ്ഞു നിന്നു. ഭാരതത്തിൻ്റെ ശബ്ദം നെഹ്റുവിലൂടെ കേട്ടതുകൊണ്ട് മാത്രമാണ് അതുണ്ടായത്. അപ്പോൾ ഭാരതത്തിൻ്റെ വളർച്ച അപ്പോഴും ചെറിയ തോതിലുള്ള വളർച്ചയാണ് ഉണ്ടായത്. പക്ഷേ ആദ്യകാലത്ത് കോൺഗ്രസിൻ്റെ ആ ഒരു ഭരണകൂടം, നേരത്തെ സേനാപതി വേണുവൊക്കെ പറഞ്ഞതുപോലെ, ഈ റഷ്യയിൽ നിന്നും ഉണ്ടായ ഒരു റഷ്യയിൽ സ്വീകരിച്ച ഒരു പഞ്ചവത്സര പദ്ധതിയൊക്കെ അതൊക്കെ ആവശ്യമായിരുന്നു. അന്നത്തെ സോഷ്യലിസ്റ്റ് ഒരു രീതികൾ അന്നത്തെ ശൈശവദശയിൽ ആവശ്യമായിരുന്നിരിക്കണം. അത് തീർച്ചയായിട്ടും ഭാരതത്തെ സ്റ്റെബിലൈസ് ചെയ്തു, സോളിഡിഫൈ ചെയ്തു. അതിൻ്റെ നേട്ടങ്ങളാണ് പിൽക്കാല കോൺഗ്രസ് ഗവൺമെൻറ്റുകളും നമ്മുടെ ഉദാരവൽക്കരണത്തിന് ശേഷമുള്ള ഗവൺമെൻറ്റുകളും എല്ലാം നേട്ടം കൊയ്തത്. അങ്ങനെ ഒരു ഫുൾ സർക്കിൾ തിരിഞ്ഞപ്പോൾ 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഇന്ത്യയുടെ സ്ഥാനം വളരെയധികം കൂടി. G20 എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു ലയൺസ് ക്ലബ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉന്നത ശ്രേണിയിലുള്ള രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട വികസ്വര രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ആ ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട ശബ്ദമായി വന്നത് UPA സമയത്ത് 2008 എൻ്റെ 2008-2009 സമയത്താണ്. ആ സമയത്ത് G20 ഇന്ത്യക്ക് അംഗത്വം ലഭിച്ചു. അത് ഒരു നിർണായകമായ ചുവടുവയ്പ്പാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ അംഗത്വം ലഭിച്ചില്ലായിരിക്കാം, പക്ഷേ G20 ഇന്ത്യയുടെ സ്വരം കേൾക്കാൻ തുടങ്ങി. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ 9ാം സ്ഥാനത്ത് നിന്ന് നരേന്ദ്ര അത് വസ്തുതാപരമായി ശരിയാണ്. ഇപ്പം വിതരണ പ്രക്രിയയെക്കുറിച്ച് നമുക്ക് ആക്ഷേപങ്ങൾ ഉണ്ടാകാം. പെർ ക്യാപിറ്റ ഇൻകം അധികം മുന്നോട്ട് പോകുന്നില്ല എന്നതിനെക്കുറിച്ച് ആക്ഷേപമുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ ഒരു ദശകമായി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തിന്റെ 9ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് എത്തുന്നു. 2-3 വർഷത്തിനകം തന്നെ നമ്മുടെ 3ാം സ്ഥാനത്തേക്ക് എത്തുന്നു. തീരെ ചെറിയൊരു കാര്യമല്ല, അത് ഒരു കാര്യമാണ്. അത് തുച്ഛീകരിച്ച് കാണാനാവില്ല. അത് പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്, ഒരുപാട് പേരെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഡീസ്റ്റെബിലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ചില സിവിലൈസേഷണൽ പവേഴ്സ്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് വളരാൻ വെമ്പുന്നത്. അതുകൊണ്ട് അതേ പാരമ്പര്യത്തെ തന്നെ അട്ടിമറിക്കത്തക്ക രീതിയിൽ ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണവും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ജാഗരൂകരായിരിക്കണം. ഭരണപക്ഷം മാത്രമല്ല, പ്രതിപക്ഷങ്ങളും അതിൽ ജാഗരൂകരായിരിക്കണം എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ എന്തായാലും ദുഷ്പ്രചരണങ്ങളിലൂടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഭദ്രതയും സുരക്ഷയും തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ ഉണ്ട്. അവരെ തിരിച്ചറിയുക. കത്തിക്കാൻ തയ്യാറായിരിക്കുന്നവരുണ്ട്. കരുതലോടെ നിൽക്കുക. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.